നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ. എംക്യൂസിൻ്റെ മോർണിംഗ് ലൈവ് വ്യൂ സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ ലൈവിലേക്ക് പോകാം. വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള വ്യൂ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ്, അതേപോലെ തന്നെ ലൈവ് റെക്കോർഡ് ചെയ്തിട്ട് അത് പോസ്റ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഇവിടെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. എൻ്റേതായിട്ടുള്ളൊരു രീതിയാണ്, 1 ഇയറായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഈ ചാർട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കൃത്യമായിട്ട് മാർക്കറ്റിൻ്റെ ഒരു എൻട്രി എക്സിറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിഫ്റ്റി ആയിക്കോട്ടെ, ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ, ഫോറക്സ് ആണെങ്കിലും ക്രിപ്റ്റോ ആണെങ്കിലും കൊമോഡിറ്റി സെക്ഷനിലാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് എൻട്രി എക്സിറ്റ്, സ്റ്റോപ്പ് ലോസ്, മാർക്കറ്റ് എവിടം വരെ പോകാം എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോസ് വളരെ കുറച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഏൺ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. റെഡ് വന്നാൽ നമുക്ക് വെറുതെ ടെൻഷൻ ആവേണ്ട കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് ആക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ചാർട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് ഒരു 1.5 വർഷത്തെ ആ ഒരു ഡാറ്റ നിങ്ങളൊന്ന് പരിശോധിച്ച് കഴിയുമ്പോൾ അറിയാം ഈ ഒരു ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ്. അതേപോലെ 2023 ജനുവരി മുതലുള്ള വ്യൂസിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാം. അന്ന് മുതൽ ഇന്ന് വരെ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ നിഫ്റ്റി ഓപ്ഷൻ ബയറാണ്. അതേപോലെ തന്നെ നിഫ്റ്റിയുടെ ഡെയിലി വ്യൂ നമ്മൾ ലൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരിക്കലും ഒരു കോളോ ടിപ്പോ ഒന്നും അല്ല, കോളൊന്നും കൊടുക്കുന്നില്ല. കാരണം ഇവിടെ എടുക്കൂ ഇവിടെ വിൽക്കുന്നു എന്ന് പറയുന്നില്ല. അതായത് ഒറ്റയ്ക്ക് ട്രേഡ് ചെയ്ത് ബുദ്ധിമുട്ടുന്നവർ, ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ് ചെയ്യുന്നവർ, രാവിലെ എടുത്തിട്ട് വൈകിട്ട് ലോസ് ആക്കുന്നവർ, വെറുതെ ആരോഗ്യം കളഞ്ഞ് ടെൻഷൻ അടിച്ച് വൈകുന്നേരം വരെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ആ അനലൈസിങ് മനസ്സിലാക്കി നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും ലൈവിലേക്ക് വരാവുന്നതാണ്. അപ്പോൾ കുറച്ച് ലൈവ് വീഡിയോസ് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങളതൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ ലൈവ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇന്ന് ഈ ലൈവിലുണ്ടായിരുന്നെങ്കിൽ എനിക്കിത് പ്രോഫിറ്റ് ആക്കാമായിരുന്നോ അല്ലെങ്കിൽ എനിക്ക് ലോസ് ആവുമായിരുന്നോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒരുമിച്ചൊരു ഗ്രൂപ്പിലേക്ക് മെജോറിറ്റി ആളുകൾക്ക് ലോസ് വരുന്നതിൻ്റെ റീസൺ തന്നെ ഈ ഒറ്റയ്ക്കിരുന്ന് ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും മൈൻഡ് സെറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് മെജോറിറ്റി ആളുകൾ ലോസിലേക്ക് പോരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കൺസെപ്റ്റ് മാറ്റാം എന്നുള്ള രീതിയിലാണ്. ഞാനിപ്പോൾ ഒരുപാട് കഫേകളൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ കഫേകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ പോയിരുന്ന് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ തൃപ്പൂണിത്തുറയിലുണ്ട്, കഫേ ഉണ്ട്. അപ്പോൾ ഈ തൃപ്പൂണിത്തുറ ഭാഗത്തുള്ളവർക്കല്ലേ വരാൻ പറ്റുള്ളൂ. തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോടുള്ളവർക്ക് വരാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ദുബായിലുള്ളവർക്ക് വരാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ കൺസെപ്റ്റ്, ഞാനിപ്പോൾ ലൈവ് ഇന്ന് തുടങ്ങിയതൊന്നുമല്ല, ഞാൻ 1 വർഷം മേലെയായി ലൈവ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ എൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരവർക്ക് അവരവരുടെ വീട്ടിൽ അവരവരുടേതായിട്ടുള്ള സമയത്തിരുന്ന് അവരവർക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. നമ്മുടേത് 9 തൊട്ട് 12 മണി വരെ ഉള്ളൂ. ആ സമയത്തുള്ള മൂവ്മെൻറ്റാണ് ക്യാച്ച് ചെയ്തെടുക്കുന്നത്. മെജോറിറ്റി വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുന്നുണ്ട്. അത് പ്രൂവൺ വീഡിയോസാണ് യൂട്യൂബിൽ കിടക്കുന്നതും. അതിൻ്റെ പ്രോഫിറ്റ് എടുക്കുന്നവരുടെ സ്ക്രീൻഷോട്ടാണ് നമ്മളുടെ പബ്ലിക് ടെലഗ്രാം ചാനലിലുള്ള. അപ്പോൾ അതൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. എൻ്റെ PNL കാണുന്നതിലും നല്ലതല്ലേ ഈ ഒരു ചാർട്ട് പഠിച്ചിട്ട് 10 പേര് ട്രേഡ് എടുത്തിട്ട് അവർ പ്രോഫിറ്റബിൾ ആവുന്നതല്ല ബെറ്റർ. അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് അതൊക്കെ അവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിവേ നമുക്ക് നേരെ ലൈവിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചാർട്ടൊക്കെ പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ ഉള്ളവർക്ക് ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ലൈവിലേക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 9:07 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന പോലെ അതൊരു ശീലമാവണം. ശീലമായി കഴിഞ്ഞാലേ രക്ഷയുള്ളൂ. കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് എടുത്ത് മാറിക്കോളാം. ഞാൻ ഒരിക്കലും ഗ്രീഡി ആവില്ല. സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നതാണ്, ബഹുമാനിക്കുന്നതാണ്. മാസാവസാനം പ്രോഫിറ്റ് ആയാൽ മതി. ചെറിയ ലോസ് ആണെങ്കിലും അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള പ്രാർത്ഥനയോടുകൂടി, പ്രോഫിറ്റ് ആവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാർക്കറ്റ് 23,234.45 24 പോയിൻ്റാണ് ഓൾമോസ്റ്റ് അപ്പ് കാണിച്ചിരിക്കുന്നത്. 24 പോയിൻ്റ്. അപ്പം നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയൊരു അപ്പോ ചെറിയൊരു ഡൗണോ എന്തായാലും വരാം. കാരണം ഇവിടെ 2 അടുപ്പിച്ചടുപ്പിച്ചിട്ടുള്ള ബസ് സ്റ്റാൻഡുകളുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ഭാഗത്തേക്ക് പോകുന്നുള്ള കാര്യത്തിൽ
ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം 15 മിനിറ്റ്സിൽ ഒരു ക്രോസ് ഓവറിന് ശേഷം മുകളിലേക്ക് പോകേണ്ട അവിടെ വീണ്ടും ഒരു ക്രോസ് ഓവർ കൂടെ വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 30 മിനിറ്റിൽ ഓൾറെഡി മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത്. 1 അവറിൽ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് ഫാൾ ആയിട്ടുണ്ട്. അതേപോലെ 4 അവറിൽ മാത്രമാണ് ചെറിയൊരു അപ്പിൽ നിൽക്കുന്നത്. പക്ഷെ അതൊരു സിംറ്റംസ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഈവനിങ് സ്റ്റാർ ആണോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടുണ്ട്. അതേപോലെ തന്നെ താഴത്തൊരു 23,190 എന്നുള്ള ലെവലിൽ നിൽപ്പുണ്ട്. SMA താഴെയാണ്. അപ്പം റീടെസ്റ്റിന് വേണ്ടി താഴത്തോട്ട് വരുമോ എന്നുള്ളൊരു കാര്യത്തിൽ ഇങ്ങനെ മൊത്തത്തിലൊരു പീമയം അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നമ്മൾ ഇന്നലെ തൊട്ട് പറയുന്ന ഒരു റേഞ്ച് ഉണ്ട്, ഏതോ ഒരു സ്ട്രൈക്കിന് 10,350 പോയിന്റിൻ്റെ, അതൊക്കെ കൂടി ടാലി ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ് ഇന്ന് മാർക്കറ്റ് എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ട്രാപ്പിലാവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ 24 പോയിന്റ് എന്ന് പറയുമ്പോൾ 23,234 23,234 പ്ലസ് 24.55 റൗണ്ട് ചെയ്ത് 25 കൂട്ടാം. അപ്പോൾ 23,259 23,259 എന്ന് പറയുമ്പോൾ എവിടെ വരാം? 23,261. അപ്പോൾ ഏകദേശം ഈ പ്രീവിയസ് ആയിട്ടുള്ള ലെവൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻ്റ് ആണത്. അതായത് ഈ ഭാഗത്ത് ബ്രേക്ക് ചെയ്ത് വന്നിട്ട് അവിടത്തേക്കുള്ള റീടെസ്റ്റ് ആണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ, അതായത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന മാർക്കറ്റ് ഒരു ഗ്രീൻ ലൈനായിട്ട് ഫോം ചെയ്താൽ 23,278 റെസിസ്റ്റൻ്റ് ഏരിയ. അപ്പോൾ അതൊരു അപ്പ് കണ്ടിന്യൂ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ലെവൽ ബ്രേക്ക് ചെയ്താലായിരിക്കും അപ്പ് പോകുന്നത്? 23,297 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 23,332 പോകത്തുള്ളൂ. കാരണം ഈ ഒരു 23,278 റെസിസ്റ്റൻ്റ് ആണ്. ആ റെസിസ്റ്റൻ്റ് ബ്രേക്ക് ചെയ്താൽ ഒരു ബ്രേക്ക് ഔട്ട്, അതായത് രാവിലത്തെ മോർണിംഗിൽ ഒരു വിക്ക് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. ആ വിക്ക് ചിലപ്പോൾ 23,297 വരെയൊക്കെ പോകാം, അവിടെ നിന്ന് റിവേഴ്സ് ആവാം. അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ അതിൻ്റെ ഉള്ളിൽ കൺസോൾട്ടേഷൻ ആയിരിക്കും, അതാണ് ഉദ്ദേശിച്ചത്. നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ 23,188 ഫാളാവും. അപ്പോൾ ഒരു സേഫ് ജേർണി എന്ന് പറയണത് 23,278 23,297 ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സേഫായിട്ട് മാർക്കറ്റ് 23,332 പോകത്തുള്ളൂ. അതിനിടക്ക് നല്ല ട്രാപ്പ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങോട്ട് എടുക്കുമ്പോൾ ഇങ്ങോട്ട്, ഇങ്ങോട്ട് എടുക്കുമ്പോൾ അങ്ങോട്ട്. അത് പ്ലാൻ 1 ആണ്. അതേപോലെ താഴത്തോട്ട് പ്രീവിയസ് ആയിട്ടുള്ള ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റ് 23,188 ഫാളാവത്തുള്ളൂ. അപ്പോൾ ഇതാണ് സേഫ് ആയിട്ടുള്ളൊരു സോൺ. അപ്പോൾ അത് ഇപ്പോൾ ലൈവിലുള്ളവരാണെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള സ്പേസ് എപ്പോഴും ഒരു കൺസോൾട്ടേഷൻ സോൺ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് മെജോറിറ്റി നമ്മുടെ സേഫ് ആയിട്ടുള്ള മോർണിംഗ് ആ ഒരു വ്യൂ എന്ന് പറയണത് ഇതാണ്. അപ്പോൾ നമുക്ക് സിയിലേക്ക് പോകാം. ഇപ്പം നമ്മൾ 2 ദിവസമായിട്ട് ഇൻഡെക്സ് തന്നെയാണ് നോക്കുന്നത്. സിയിലേക്ക് പോയി കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 23,200 സ്ട്രൈക്ക്. 23,200 സ്ട്രൈക്കിൽ താഴത്തോട്ട് സപ്പോർട്ട് എടുക്കാൻ വരുന്നത് 140 ആ 140 ബ്രേക്ക് ചെയ്താൽ പിന്നെ 120 120 ബ്രേക്ക് ചെയ്താൽ 90 സപ്പോർട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഈ ഒരു ക്രോസ് ഓവർ ഇങ്ങനെ നിൽക്കുന്ന കാരണമാണ് നമ്മൾ ഇത്തിരി ഡൗട്ട് അടിച്ച് നിൽക്കുന്നത്. ഏത് സൈഡിട്ട് മാർക്കറ്റ് പോകുന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നത് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ടാണ്. അതേപോലെ തന്നെ പിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്ട്രൈക്ക് 23,300 സ്ട്രൈക്കാണ്. അപ്പോൾ 23,300 സ്ട്രൈക്ക് 219 നിൽക്കുന്നത്. അത് 187 180 അവിടെ സപ്പോർട്ട് എടുത്താൽ തിരിച്ച് മുകളിലോട്ട് തന്നെ പി പോവും, ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ട്. അത് 277 വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ സിയിൽ 23,200 പിയിൽ 23,300 സിയിൽ 23,200 പിയിൽ
23,300 2 മിനിറ്റിൽ എന്താണ് അവസ്ഥ? മാർക്കറ്റ് പിയിലേക്ക് തന്നെയാണ് 2 മിനിറ്റിൽ നിൽക്കുന്നത്. അപ്പോൾ 166 പിയുടെ സപ്പോർട്ട് കേട്ടോ. പിയുടെ സപ്പോർട്ട് 166. ആ 166 നിന്ന് മാർക്കറ്റ് അഗെയിൻ റിജക്ഷൻ ആയിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 186 വരെ വരാം. അതേപോലെ സിയുടെ ടാർഗറ്റ് എന്ന് പറയണത് 275. ഏത് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 243 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോയാൽ മാത്രമാണ് മാർക്കറ്റ് 275 ഇട്ട് പോകത്തുള്ളൂ. അല്ലാതെ മാർക്കറ്റ് മൂവ് ചെയ്യത്തില്ല. അപ്പോൾ 9:13 210 ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ. 210 200. ആ 210 200 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് 185ലേക്കോ 160ലേക്കോ മാർക്കറ്റ് മൂവ് ചെയ്യാം. നിൽക്കുന്ന ഈ ഒരു ലെവൽ, അതായത് 243 238 43 ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താൽ 275 ഇട്ടായിരിക്കും മാർക്കറ്റ് പോകുന്നത്. ഇവിടെ 166 താഴത്തോട്ട് വന്ന ഫാളായി. ഇപ്പോൾ ഇവിടെ 2 മിനിറ്റിലൊരു ക്രോസ് ഓവർ, സോറി ഞാനിവിടെ ഇതും കൂടെ ഒന്ന് നോക്കിയേക്കട്ടെ. 2 മിനിറ്റ് അല്ലായിരുന്നു ഇവിടെ. 9:14. അപ്പോൾ ഒരു ന്യൂട്രലായിട്ടുള്ള മൂവ്മെൻ്റ് ആണെങ്കിൽ 35 മുതൽ 45 വരെ എന്തായാലും കിട്ടും. അത് നല്ല രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുന്നൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 302 വരെ. വലിയ കുഴപ്പമൊന്നുമില്ലാത്ത മൂവ്മെൻ്റ് ആണ്. 215 ബ്രേക്ക് ചെയ്താൽ 220ലേക്കായിരിക്കും ആദ്യത്തെ മൂവ്മെൻറ്റ്. ഇവിടെ സപ്പോർട്ട് എടുക്കാനായിട്ട് വരുന്നുണ്ട്. എവിടെ? 166. 190 ബ്രേക്ക് ചെയ്താലാണ് സിയിൽ മൂവ്മെൻ്റ് ഉള്ളൂ. നമ്മൾ പറഞ്ഞ 166 സപ്പോർട്ട് പറഞ്ഞത്. പക്ഷേ ഏകദേശം ഒരു 160, അതായത് ഈ ഒരു ബോഡി ലൈനിലാണ് നിലവിൽ സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. എന്തായാലും രാവിലെ തന്നെ ഒരു ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സേഫായിട്ട് ട്രേഡ് എടുക്കുന്നതാണ് ഓൾമോസ്റ്റ് ബെറ്റർ ആയിട്ടുള്ള കാര്യം. നമുക്ക് 215 ബ്രേക്ക് ചെയ്താൽ 220, അത് 243 ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും. രണ്ടിലും റെഡാണ് ഇപ്പോൾ നിൽക്കുന്നത്. 2 മിനിറ്റിൽ താഴത്തോട്ട് CP രണ്ടിലും ഇതാ. അപ്പോൾ ഇത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിൽക്കുന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 177ലേക്ക് ഫാൾ ആവണം. ഇവിടെ 182 ഒക്കെ ബ്രേക്ക് ചെയ്താൽ 82 85 ബ്രേക്ക് ചെയ്താൽ 190ലേക്കായിരിക്കും. ഇപ്പോൾ RSI C സൈഡിലേക്കൊന്ന് ഡൈവർജൻസ് ആയി വരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ ഇമ്പോർട്ടൻ്റ് ആണ്. രാവിലെ തന്നെ നമ്മൾ ഓൾറെഡി കൺസോൾട്ടേഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സേഫായിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 205, കാരണം ഇവിടെ 202 205 ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് 215 225ലേക്ക് പോകത്തുള്ളൂ. നൂറ്റി 84 85 ബ്രേക്ക് ചെയ്താൽ CE 190ലേക്ക് മൂവ് ചെയ്യും. കാരണം ഇവിടെ ഒരു വൈറ്റ് ലൈൻ ഇവിടെ താഴെ ഉണ്ട്. അപ്പം അങ്ങോട്ടൊരു ഇത്തിരി വലിവിനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത് ഒരു കൺസോൾട്ടേഷനാണ്. അപ്പോൾ 205 വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ് പിയുടെ കേസിൽ. 205 ബ്രേക്ക് ചെയ്താൽ 210ലേക്കുള്ളൊരു 5 പോയിൻ്റ് എന്തായാലും കിട്ടും. ഇഷ്ടം പോലെ സമയമുണ്ട് നമുക്ക് രാവിലെ. അപ്പോൾ 205 ബ്രേക്ക് ചെയ്താൽ 210 ബ്രേക്ക് ചെയ്താൽ മുകളിലേക്ക് 227ലേക്ക്. കാരണം ഇതൊരു എന്താ പറയുക, ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് വരുന്ന കേട്ടോ. RSI സിക്ക് അനുകൂലമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് തന്നെ. ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് വരികയാണ്. ഇന്നലത്തെ പോലെ തന്നെ ഈ യെല്ലോ ലൈൻ ടച്ച് ചെയ്യേണ്ട ആ ഒരു സെനാരിയോയിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് തന്നെ.
വെറുതെ ചാടിക്കയറി. ഇന്നലെ നമ്മൾ 9:16 തന്നെ നമുക്ക് എൻട്രി കിട്ടി. ഇന്ന് വെറുതെ ചാടിക്കയറി റിസ്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. 205 ബ്രേക്ക് ചെയ്താൽ 210 ബ്രേക്ക് ചെയ്ത് പോകുന്നു മാത്രമേ ഉള്ളൂ. നല്ല കൺസോൾട്ടേഷനാണ് മാർക്കറ്റ്, കാരണം വൈറ്റ് ലൈൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇത് 166 സപ്പോർട്ട് എടുക്കാൻ വരണം. ഇവിടെ RSI ഗ്രീനിലേക്ക് ടച്ച് ചെയ്തിട്ടില്ല. അത് ഗ്രീനിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ 166ലേക്കോ 165ലേക്കോ ഒന്ന് സപ്പോർട്ട് എടുക്കാൻ വരണം. അങ്ങനെ സപ്പോർട്ട് എടുക്കാൻ വരികയാണെങ്കിൽ ഇതിൻ്റെ ടിപ്പ് 205 മുതൽ 207 210 വരെ പോകും. കാരണം രണ്ടും തമ്മിൽ ടാലി ആക്കണം. കാരണം മറ്റേത് C 166ലേക്ക് കുറച്ചും കൂടെ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ 163ലേക്ക്. അതനുസരിച്ചിട്ടായിരിക്കും പിയിൽ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇപ്പോൾ സിയിൽ ഒരു അനദർ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഒരു ചെറിയ ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞ 160 സപ്പോർട്ട് എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ അപ്പായാൽ സിയിലായിരിക്കും മൂവ്മെൻറ്റ്. സി നമ്മൾ പറഞ്ഞ 166ലാണ് കറക്റ്റായിട്ട് സപ്പോർട്ട് എടുത്തിരിക്കണേ. നമ്മൾ പറഞ്ഞ റെഡ് ക്യാൻഡിൽ താഴത്തോട്ട് വരും. 166 സപ്പോർട്ട് എടുക്കാനുള്ള വര നമ്മൾ ഓൾമോസ്റ്റ് വരച്ചിട്ടിട്ടുണ്ട്. ആ വര മൂവ് ചെയ്താൽ 180 ബ്രേക്ക് ചെയ്താൽ 183. അപ്പോൾ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നിട്ട്, കാരണം ഇവിടെ ഒരു വൈറ്റ് ലൈൻ മാഗ്നറ്റിക് ആണ്. ആ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ടാണ്, ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണ് നമ്മൾ 166 സപ്പോർട്ട് എടുക്കാനാണ് പ്ലാൻ ചെയ്തു. 166 സപ്പോർട്ട് എടുത്തു. സാധനം മഞ്ഞ ലൈനിലേക്ക് മുട്ടി. കാരണം RSI ഇവിടെ സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതായത് ഗ്രീൻ ലൈനിലേക്ക് മുട്ടുമ്പോൾ 166ലോ അല്ലെങ്കിൽ 163ലോ നമ്മൾ സപ്പോർട്ട് എടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 166 ഓൾറെഡി നമ്മൾ വരച്ചിട്ടുണ്ട്. ഞാനൊരു വര വരച്ചിട്ട് കഴിഞ്ഞാൽ അത് ഇത്തിരി ഡേഞ്ചറാണ്. അപ്പോൾ 166ൽ നിന്ന് 182 വരെ പോയിട്ടുണ്ട്. 66ഉം 10ഉം 76ഉം 6ഉം 82, 16 പോയിന്റ്. 187, കാരണം ഇവിടെ 177 ടച്ച് ചെയ്യണം. അതായത് പിയുടെ ഇത് 177 കൺസോൾട്ടേഷൻ സോൺ ഒരു മാഗ്നറ്റിക് ആണ്. RSI താഴത്തേക്കാണ് നിൽക്കുന്നത്. ഇവിടെ ഹയർ വിക്ക് വന്നിട്ടില്ല. 190 ബ്രേക്ക് ചെയ്താൽ അടുത്തത് 194ആണ്. കുറച്ചുകൂടെ ഒന്ന് പോരട്ടെ, സ്ട്രഗിൾ ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ 177 എന്നുള്ള ആ ഒരു സപ്പോർട്ടിൽ ആദ്യത്തെ റെസ്പെക്റ്റ് കൊടുക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പുറത്ത് 187 വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. വീഡിയോ പോസ് ചെയ്യാം. ഇവിടെ ചെറിയൊരു സ്ട്രഗിളിങ്. ഈ ഗ്രീനൊന്നും അത്ര വലിയൊരു ഗ്രീനല്ല. ഈ വൈറ്റ് ലൈൻ കൺസോൾട്ടേഷൻ ഉള്ളതുകൊണ്ട് മാത്രമേ ഈ ഗ്രീൻ പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ 177 കൺസോൾട്ടേഷൻ നിൽക്കുന്ന കാരണം എനിക്ക് ആ ഗ്രീനൊന്നും അത്ര വലിയൊരു ഗ്രീനായിട്ടൊന്നും തോന്നണില്ല. കാരണം ഈ 177 കൺസോൾട്ടേഷൻ നിൽക്കുന്ന കാരണം എന്തായാലും മാർക്കറ്റിന് അങ്ങോട്ട് വന്നേ പറ്റത്തുള്ളൂ. അത് ഇത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും സ്റ്റിൽ RSI ഡൗൺ സൈഡിലേക്കാണ് പിയിൽ നിൽക്കുന്നത്. സിയിൽ അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത്. 190 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 194ലേക്കായിരിക്കും മൂവ് ചെയ്യണം. നൂറ്റി 186, 187, 189, 189 പോയിന്റ് സ്ഥിരം ചെയ്യുന്ന പരിപാടി. 189.90, 190ൻ്റെ പോയിന്റിൽ ഒരു ചെറിയ പരിപാടിയൊക്കെ കൊണ്ട് നിർത്തിയിട്ട് അങ്ങ് പോണ പരിപാടി. പക്ഷേ ഇവിടെ 165 അടുത്ത സപ്പോർട്ട് സോൺ ഉണ്ട്. 193 ഏകദേശം നമ്മൾ പറഞ്ഞ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. RSI സ്റ്റിൽ ഇത് ക്രോസ് ഓവർ ആവാതെ നമുക്കിനി പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇവിടെ കൺസോൾട്ടേഷൻ സോണാണ്, സ്ട്രോങ് കൺസോൾട്ടേഷൻ സോണാണ്. ഇവിടെ കുറേ നേരം കൺസോൾട്ടേഷൻ ചെയ്തിട്ടേ മാർക്കറ്റിൻ്റെ നെക്സ്റ്റ് മൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാവത്തുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞ രീതിയിൽ നോക്കിയേ,
നമ്മളൊരു ബ്ലൂ ലൈൻ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ബ്ലൂ ലൈൻ വരച്ചു വെച്ചിട്ട് എന്താ പറഞ്ഞത്, താഴത്തോട്ട് വന്നിട്ട് മാർക്കറ്റ് ഈ ഒരു ബ്ലൂ ലൈനിൽ സപ്പോർട്ട് എടുക്കും. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ പീനെ പറ്റി ആലോചിക്കുള്ളൂ എന്നൊരു വാക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്ത് 15 മിനിറ്റ്സിൽ നമ്മൾ വരച്ച ബ്ലൂ ലൈനിൽ, രാവിലെ വരച്ചിട്ട ബ്ലൂ ലൈനാണ്, അതിൻ്റെ അവിടെ വന്ന് സപ്പോർട്ട് എടുത്ത അറ്റ് എ ടൈമിലാണ് നമ്മൾ സിക്ക് പണി കൊടുത്തത്. ആ സാധനമാണ് നേരെ പോയിക്കൊണ്ടിരിക്കുന്ന. റെഡ് ടച്ച് ചെയ്യാനുണ്ട്. മേളത്തെ ബ്ലൂ ലൈനാണ് ഇനി മേളത്തെ റെസിസ്റ്റൻ്റ് ഏരിയ എന്ന് പറയണേ. അത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലേക്കും പോകുള്ളൂ. ഈ താഴത്തെ ലൈൻ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് താഴത്തോട്ടും വരുള്ളൂ. ഇതിൻ്റെ ഇടയിൽ കൺസോൾട്ടേഷൻ സോൺ ആയിരിക്കും. അവിടെ പുതിയൊരു വൈറ്റ് ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം സിമ്പിളാണ്, വലിയ തലപോഞ്ഞ് ആലോചിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. 5 മിനിറ്റിൻ്റെ RSI 5 മിനിറ്റിൻ്റെ RSI എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേ മേളിലോട്ട് കർവായിട്ട് കയറിയിട്ടുണ്ട്. 5 മിനിറ്റിൻ്റെ RSIയിൽ ഇവിടെ SMA മുട്ടാനുണ്ട്. നമ്മൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, റെഡോട് കൂടിയ ക്യാൻഡിലായിരിക്കും ആദ്യം ഫോം ചെയ്യുന്നതെന്ന് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. റെഡോട് കൂടിയ ക്യാൻഡിലായിരിക്കും ആദ്യം വരുന്നതെന്ന്. അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഈ ലൈൻസ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. എന്തായാലും ഇതിൻ്റെ ലോ എന്ന് പറഞ്ഞ് 23,247.55 അപ്പോൾ താഴത്തോട്ട് വരാനുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ്. താഴത്തോട്ടൊക്കെ വരാനുള്ളത് കൺസോൾട്ടേഷൻ സോണാണ്. നമ്മൾ പറഞ്ഞ സാധനത്തിന് അപ്പുറത്തേക്കാണ് വിട. മാർക്കറ്റ് എന്താ നീങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ 166 നമ്മൾ ലൈൻ വരച്ചു വെച്ചത് നിഫ്റ്റിയുടെ ഈ ഒരു ലൈനിനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അവിടെ നിന്ന് സപ്പോർട്ട് എടുക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ ട്രേഡ് 166 മുതൽ 190 വരെ ഓൾമോസ്റ്റ് ഡണ്ണാണ്. RSI സ്റ്റിൽ നല്ല വോളിയത്തോടു കൂടി ബ്രേക്കൗട്ട് ആവാനുള്ള ഒരു സ്റ്റേജിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ബ്രേക്കൗട്ട് ആയ പിടിവിട്ടായിരിക്കും 230ലേക്ക് മാർക്കറ്റ് പോകുന്നത്. കാരണം ഇവിടെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് പടയാളികളുണ്ട്. അപ്പോൾ അവരെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ചെറിയ പവറൊന്നും പോരാ. ആ പവർ നല്ല ഹൈ പവർ ആണെങ്കിൽ എന്ത് ചെയ്യും, മാർക്കറ്റ് ഹൈ പവർ ആണെങ്കിൽ മാത്രമാണ് മാർക്കറ്റ് 230ലേക്ക് മൂവ് ചെയ്യത്തുള്ളൂ. 230 ഭാഗത്തേക്ക് മൂവ് ചെയ്യത്തുള്ളൂ. 191 എന്ന് വെച്ചാൽ ഹൈ വോളിയത്തോടു കൂടി ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ കുറച്ച് സേഫ് ആക്കി വെക്കുക. ഈ കൂടുതൽ ലോട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 193 ആയിട്ടുണ്ട്. കയറ്റി വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ 165 സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതും ബ്രേക്ക് ചെയ്തിട്ടാണ് പോയിരുന്നത്. കേട്ടോ, ഇതൊക്കെ നമുക്ക് ടാലിയാക്കി വെക്കാം. ഇതൊരു സ്ട്രോങ് സപ്പോർട്ടാണ്. അവിടെ കുറച്ച് പോർഷൻ വേണമെങ്കിൽ കൊടുക്കാം, പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പം ഇതിൻ്റെ ഹൈ പോയിരിക്കുന്നത് 196 വരെ പോയിട്ടുണ്ട്. 165 P-യിൽ ഒരു സപ്പോർട്ടിങ് സോണാണ്. ഇനി അവിടെ നിന്ന് നെക്സ്റ്റ് സപ്പോർട്ട് സോൺ എന്ന് പറഞ്ഞാൽ 139. അപ്പം ഇതിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഒരു ടിപ്പ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 204 വരെയൊക്കെ വരാം. ഇത് ക്രോസ് ഓവർ ആവുന്നവരെയും ശരിക്കും എൻ്റെ സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് കിട്ടിയില്ലേ, ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്ന കേസ് 166 എന്നുള്ള എൻട്രി 196 വരെ 30 പോയിൻ്റ് ഓൾമോസ്റ്റ് ഡണ്ണാണ്. അവിടെ ഒരു പകുതി പോർഷൻ കൊടുത്തിട്ട് കോസ്റ്റ് ടു കോസ്റ്റോ അല്ലെങ്കിൽ ഒരു പോയിൻ്റോ കയറ്റി വെച്ചിട്ട് കയ്യും കെട്ടിയിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് എപ്പോൾ RSI ക്രോസ് ഓവർ ആവുന്നോ ആ സമയത്തായിരിക്കും ബാക്കി പോർഷൻ ഞാൻ സെല്ല് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ റെഗുലറായിട്ടുള്ളൊരു രീതി. കാരണം ഇതിൻ്റെ ബേസിലാണ് മാർക്കറ്റ് പോയി മുട്ടി നിൽക്കുന്നത് 195 വരെ. അപ്പോൾ സേഫായിട്ടുള്ള ഒരു ഏരിയ ആണ് അതെന്നാണ് പറഞ്ഞത്. കാരണം അപ്പുറത്ത് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പിൻബാറാണ് ഫോം ചെയ്തിരിക്കുന്നത്. സപ്പോർട്ടിൻ്റെ അവിടെ 170 പിൻബാറാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അപ്പർ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു 177.77 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 187ലേക്ക് മാർക്കറ്റ് തിരിച്ചു കയറും, P-യിലേക്ക് തിരിച്ചു കയറും. ഇനി 195 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുള്ളൂ. കാരണം പ്രീവിയസ് ആയിട്ട് ഒരുപാട് ആളുകൾ നേരത്തെ തടസ്സം നിന്ന ഏരിയയാണ്. അപ്പോൾ ഒരാളായിട്ടൊന്നും പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് ബ്രേക്ക് ചെയ്യൽ നടക്കത്തില്ല. അപ്പോൾ ആദ്യത്തെ ട്രേഡ് ഡണ്ണാണ്. വീഡിയോ പോസ് ചെയ്യാം, അടുത്ത മൂവ്മെൻറ്റ് വരട്ടെ. ഓൾമോസ്റ്റ് അടുത്ത മൂവ്മെൻറ്റ് ഏകദേശം കാര്യത്തിലേക്ക് കടക്കുന്നുണ്ട്. 165. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ സേഫായിട്ടുള്ളൊരു സോൺ പറഞ്ഞത് 176 ആണ്. 176 മുതൽ ഓൾമോസ്റ്റ് 190 നല്ലൊരു എക്സിറ്റ് പോയിൻ്റ് ആണ്. കാരണം ഇവിടെ ഈ ഒരു വൈറ്റ് ഡോട്ട് നിൽക്കുന്ന കാരണമാണ് അവിടെ നിന്ന് മാർക്കറ്റ് റിജക്ഷൻ ആയത്.
ഇവിടെ ക്രോസ് ഓവർ വന്നിട്ടില്ല, അതിന് മുമ്പുള്ള മൂവ്മെൻ്റ് ആണ് ഇത്. ഓൾമോസ്റ്റ് ഇന്നലത്തെ സെയിം മൂവ്മെൻ്റ് ആണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ ഞാൻ ബോട്ട് കെട്ടിയുടെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ പിൻബാറാണ്, ഈ പിൻബാർ ഇത്തിരി ഡേഞ്ചറാണ്. ക്യാൻഡിൽ ഈ വയലറ്റ് ലൈനിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ഒരു മൂവ്മെൻ്റ് ഉണ്ടാകത്തുള്ളൂ, അല്ലാത്ത അത്രയും പേടിക്കേണ്ട കാര്യങ്ങളില്ല. ഇത് പിൻബാറായിട്ട് ഫോം ചെയ്യുകയാണെങ്കിൽ ആ ഫോമിങ് ഈ വയലറ്റ് ലൈനിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യണം. $195 $196 ഒരു ട്രിഗർ പോയിന്റ് ആയിട്ട് കിടക്കുകയാണ്. 191 പോരട്ടെ, ഒറ്റടി 196 ഇട്ട് പോയി കഴിഞ്ഞാൽ ഹാപ്പി. പോകുന്നില്ല സാധനം, കാരണം ഇവിടെ പിൻബാറിൻ്റെ ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 154. അതിനു മുമ്പ് ഇത് ഒന്നും കൂടെ 154 വരുമ്പോൾ സാധനം 196 ടച്ച് ചെയ്യേണ്ടതാണ്. ഓൾമോസ്റ്റ് 200 എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. ഇത് ഇന്നലത്തെ സെയിം മാർക്കറ്റ്, ഇന്നലെ ഇതേപോലെ തന്നെയായിരുന്നു മാർക്കറ്റ് മൂവ് ചെയ്ത്. 205 സെയിം ഇന്നലത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് ആണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. 205 ഓൾമോസ്റ്റ് 205 വരെ പോയിട്ടുണ്ട്. 205 ബ്രേക്ക് ചെയ്താൽ 243 ഭാഗത്തേക്കായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ലോക്ക് ചെയ്തിടുക. ഇവിടെ മാർക്കറ്റ് ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞ ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വരുന്നുണ്ട്. എന്തായാലും അത് 23,195 വരും. ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ വളരെ സേഫായിട്ട് പറഞ്ഞ ആ ഒരു സോണിലേക്കാണ് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ടാർഗറ്റും 23,195 അവിടെ മുട്ടിക്കഴിയുമ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കാര്യങ്ങളായി. ഒരു 10-15 പോയിന്റ് അല്ലെങ്കിൽ 20-25 പോയിന്റ് കയറ്റിയിട്ട് ലോക്ക് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ വൈകിട്ട് വരെ. നമ്മൾ ഓൾമോസ്റ്റ് 2 ദിവസം കൊണ്ട് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞില്ല 389 പോയിന്റിൻ്റെ ഡൗൺ ഉണ്ടാവാനായിട്ട് 288 369 പോയിന്റ്. അത് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തില്ല. നമ്മളൊരു ഓൾ ടൈം ഹൈയും ഓൾ ടൈം ലോവും നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്യുന്നതാണ്. ആ ഒരു ലെവൽ നമ്മളിന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. അതിൽ ഫസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ആണെങ്കിലും ഓപ്പൺ പ്രൈസിൽ നിന്ന് 288 369. ഇപ്പോൾ റിവേഴ്സാണ് മാർക്കറ്റ്, ചെറുതായിട്ടൊന്ന് റിവേഴ്സ് ആയിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് നമുക്ക് പിന്നീട് നോക്കാം. എന്താണെങ്കിലും 205 വരെ മാർക്കറ്റ് പോയിട്ട് SMA സപ്പോർട്ട് എടുക്കേണ്ട RSI പീക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് റേഞ്ച് 205 170 മുതൽ സെക്കൻഡ് ട്രേഡും ഡണ്ണാണ്. 10 പോയിന്റിന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത്രയൊക്കെ കിട്ടിയെന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല. ഹാപ്പി ട്രേഡ് അതങ്ങ് പോട്ടെ, വലിയ വിഷയങ്ങളൊന്നുമില്ല. കയറ്റി അങ്ങ് വെച്ചിട്ട് ട്രെയിൽ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ലക്ഷ്യം 23,195 ഫാളാവുക. ഫ്യൂച്ചറിലും കിടപ്പുണ്ട് 23,210 ഫാളാവാൻ കിടപ്പുണ്ട്. ഫ്യൂച്ചറിൽ ഓൾമോസ്റ്റ് ഈ ഒരു വൈറ്റ് ലൈനിൽ ഡംപ് ചെയ്ത് നിൽക്കുകയാണ്. അവിടെയും ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് എന്ത് ചെയ്യും? 23,050 പോകും. ഒരു 10 നമ്മളൊരു ദിവസം ആഗ്രഹിക്കുന്നത് 10 പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പോർഷൻ കൊടുക്കുക, കുറേ കയറ്റി വെക്കുക, അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ വലിയ വിഷയങ്ങളൊന്നും വരില്ല. കാരണം ഇന്ന് 30 മിനിറ്റിൻ്റെ ഇത് ക്രോസ് ഓവർ ആവാതെ അടുത്ത സിയിലേക്ക് മാർക്കറ്റ് എന്തായാലും മൂവ് ചെയ്യില്ല. ബ്രേക്ക് ചെയ്ത് സാധനം പോകുന്ന പിടിവിട്ടായിരിക്കും സാധനം താഴത്തോട്ട് പോരുന്നത്. ഈ നാറാണത്ത് പ്രാന്തം കല്ലരട്ട് ഉരുട്ടി കയറ്റി വെച്ച പോലെ. അപ്പോൾ 30 മിനിറ്റിൻ്റെത് ഞാനിവിടെ ഓൺ ചെയ്തിടാം. നിൽക്കുന്ന ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ അടുത്ത ക്രോസ് ഓവർ വരുന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അടുത്ത മൂവ്മെൻറ്റ്. അപ്പോൾ ആദ്യത്തെ ആ ഒരു ഏരിയ ഗ്രീൻ കണ്ടെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, അത് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഇഷ്ടം വരെ വരേണ്ടതല്ലേ, അല്ലെങ്കിൽ അതൊരു ശരിയായ നടപടി അല്ലല്ലോ. പിന്നെ ഇവിടെ ഇത്രയും ഈ സ്ട്രഗിൾ കിടക്കുന്ന കാരണമാണ് ഇവിടെ ഇങ്ങനെ കിടന്നിട്ട് ഈ ഒരു ഇത്രയും കൺസോൾട്ടേഷൻ്റെ റെസ്പെക്റ്റാണ് അവിടെ കാണിക്കണത്. എന്തായാലും വെയിറ്റ് ചെയ്യാം, അടുത്ത മൂവ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മൾ അടുത്ത മൂവ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. 205 ബ്രേക്ക് ചെയ്ത് RSI സ്റ്റിൽ പി സൈഡിലേക്ക് അനുകൂലമായിട്ട് നിൽപ്പുണ്ട്. എനിക്ക് എന്തായാലും ഈ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് വരേണ്ടതാണ് അടുത്ത ലോ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക്. ഒരിക്കലും മാർക്കറ്റ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒറ്റയടിക്ക് വരും എന്നുള്ള പ്രതീക്ഷയൊന്നും ആർക്കും വേണ്ട. ഗ്രീനും റെഡും മാറിയാണ് മാർക്കറ്റ് വരത്തുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇവിടെ നല്ല സ്ട്രഗിളിങ് ഏരിയ ആണ്. അതുകൂടാതെ
ഇവിടെ 205 എന്നുള്ള വളരെ റെസിസ്റ്റ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. ആ ഏരിയയിലാണ് നമ്മൾ ബ്രേക്ക് എടുത്തിരിക്കുന്നത്. ആ 205 ബ്രേക്ക് ചെയ്താൽ മാത്രമായിരിക്കും മാർക്കറ്റിന് 243 അല്ലെങ്കിൽ 302 ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നു. 15 മിനിറ്റ്സിൽ നല്ല സ്ട്രഗിളാണ് മാർക്കറ്റിൽ നടക്കുന്നത്. 210 225 ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. കറങ്ങി തിരിഞ്ഞൊക്കെ വരട്ടെ. ഇവിടെ RSI വീണ്ടും ക്രോസ് ഓവർ ആവുന്നുണ്ട്. മാർക്കറ്റ് വീണ്ടും ഒരടുത്ത ബ്രേക്ക്ഔട്ട് സ്റ്റേജിലേക്ക് നിൽക്കുകയാണ്. ഇവിടെ നിന്ന് മാർക്കറ്റ് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്താൽ ഇവിടെ ഒരു ബ്ലൂ ലൈൻ നമ്മൾ ഓൾറെഡി നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ആവശ്യം ഇനി ഇല്ല. ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇനി ചെന്ന് നിൽക്കാൻ പോകുന്ന 23,341 നമ്മൾ 295 ഓൾമോസ്റ്റ് ഡൺ ആയത്. അത് കഴിഞ്ഞിട്ട് 295 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ പിന്നെ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞത്. ഇപ്പോൾ സിയുടെ ഒരു ബ്രേക്ക്ഔട്ട് സ്റ്റേജിലാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അടുത്ത 2 ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 23,282 ബ്രേക്ക് ചെയ്ത് നല്ലൊരു മൂവ്മെൻറ്റ് ഫാസ്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ 23,341 ഒരു 10:30-10:45 കൂടി മാർക്കറ്റ് പോയി നിൽക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ നിലവിലുള്ളത്. ഹൈ 23,332.45. വോളിയം കൂടുതലായിരിക്കും ഇനിയുള്ള ബ്രേക്ക്ഔട്ടിന്. കാരണം ഇവിടുത്തെ ക്യാൻഡിൽ ഒരു ലെങ്തി റെഡ് ക്യാൻഡിലാണ്. അത്രയും പവറുള്ള സിംഗിൾ ക്യാൻഡിലോ ഡബിൾ ക്യാൻഡിലോ ട്രിപ്പിൾ ക്യാൻഡിലോ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് 10:15 മാർക്കറ്റ് 23,341 എത്തിയാൽ നമുക്ക് ട്രേഡ് വൈൻഡപ്പ് ചെയ്യാം. അതായത് ഈ RSIയുടെ ക്രോസ് ഓവർ വരെ മാർക്കറ്റ് ഇനി പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. RSI അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത്. അതിൻ്റെ ക്രോസ് ഓവർ വരെ മാർക്കറ്റ് സി സൈഡായിരിക്കും നിൽക്കുന്നത്. അതനുസരിച്ചിട്ടാണ് നല്ലൊരു ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ മാർക്കറ്റ് പറന്നായിരിക്കും 23,341 ഇട്ട് പോകുന്നത്. പക്ക കൺസോൾട്ടേഷനാണ് മാർക്കറ്റ്. ഈ RSI ഈ ഗ്രീൻ ലൈന് പുറത്തേക്കും വരണം. അതിനോടൊപ്പം തന്നെ 23,288 ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് 23,341 നമ്മൾ രാവിലെ വരച്ച ആ ഒരു ബ്ലൂ ലൈൻ, ആ താഴത്തെ ലൈൻ ഒന്നും കൂടെ നിൽപ്പുണ്ട്. ഇനി 2 സൈഡിലേക്കുള്ള വ്യൂ, ഒന്ന് 23,291 ബ്രേക്ക് ചെയ്താൽ അടുത്ത 2 ക്യാൻഡിലിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 9:55 10:05 കൂടി 23,291 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10:30 മാർക്കറ്റ് 23,339 ചെല്ലും. നേരെ മറിച്ച് 23,234 താഴത്തോട്ട് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 10:30 കൂടി താഴത്തെ ലെവലിലും ചെല്ലും. അത് മാത്രമാണ് ഇനിയുള്ള വ്യൂ എന്നുള്ളത്. കാരണം മാർക്കറ്റ് എന്തായാലും ഇന്ന് ഈ 2 ലൈനിൽ ഏതെങ്കിലും ഒരെണ്ണം മാക്സിമം ഈ ഒരു സ്പേസിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്തായാലും ടച്ച് ചെയ്യണം. അതായത് 23,287 ബ്രേക്ക് ചെയ്താൽ എന്തായാലും മാർക്കറ്റ് 23,338 ചെല്ലും. RSI സ്റ്റിൽ അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത്. 15 മിനിറ്റ്സിൽ ഇപ്പോൾ താഴത്തേക്ക് നിന്നൊരു കർവ് വരാൻ വേണ്ടിയിട്ടാണ് ഈ വെയിറ്റ് ചെയ്യണത്. 30 മിനിറ്റിൽ RSI ഒരു മടക്ക് വന്നിട്ടുണ്ട്. ആ മടക്കിനർത്ഥം മാർക്കറ്റ് വീണ്ടും പിയിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ്. നമുക്ക് അതനുസരിച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. 33 മിനിറ്റായി. പത്ത് 10:05 കൂടി നല്ലൊരു ബ്രേക്ക്ഔട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പം അടുത്ത മൂവ്മെൻ്റ് ആണ്. അതായത് പി ഇവിടെ നിന്നൊരു ലോ വന്നാൽ 140 ഫാൾ ആവണം. 140 ഫാൾ ആവുമ്പോൾ ഇവിടെ 185 മുതൽ ഇപ്പോൾ പോണ മൂവ്മെൻറ്റ് 190-95 പോകണം. RSI ഇവിടെ 2 മിനിറ്റിൽ ഒരു കർവിന് മടക്കിനുള്ള ചാൻസ് കാണുന്നുണ്ട്. ആ മടക്ക് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് പിയുടെ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന 140 നിന്നാവാം. ആ ഒരു കാൽക്കുലേഷനിലൊക്കെ 192, 195 ഓക്കെ. അത് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും.
കാരണം 5 മിനിറ്റിൽ RSI അപ്പർ സൈഡാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞ ലെവലിലേക്ക് നിലവിൽ 140.40 ലെവലിലേക്ക് മാർക്കറ്റ് ഹിറ്റായിട്ടുണ്ട്. ആ ലോവും കൂടെ ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് പടുകുഴിയിലേക്കായിരിക്കും പോകണം. അപ്പോൾ ആ സപ്പോർട്ട് എടുക്കാനായിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വന്നു. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്ത് ഒരു ട്രേഡ് എടുക്കാൻ പറ്റും? ആ ലോവിലേക്ക് വരും എന്നുള്ള കണക്കൂട്ടലിൽ നമുക്ക് ഇപ്പുറത്തൊരു 15 പോയിന്റ് എടുക്കാം. അതൊന്നാമത്തെ കേസ്. അതിനുശേഷം സ്കാൽപ്പിംഗ് ആണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ 140 എന്തെടുക്കാം? മറ്റേത് 195 എക്സിറ്റ് ആവാം. അതായത് 182 മുതൽ 13 പോയിന്റ് അവിടെയും കിട്ടും. ആറ്റ് എ ടൈമിൽ നമ്മളെന്താ പറഞ്ഞേ, പിയിൽ സപ്പോർട്ട് എടുക്കാനായിട്ട് 140 വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു 140 എൻട്രി എടുത്താലും എന്താ 141 സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കാം, പ്രശ്നങ്ങളില്ല. അങ്ങനെ സ്കാൽപ്പ് ചെയ്ത് ട്രേഡ് എടുക്കാൻ പറ്റും. ഇപ്പോഴും ക്രോസ് ഓവർ ഒന്നും വന്നിട്ടില്ല. 140 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ മാർക്കറ്റ് താഴത്തോട്ട് പോകും. നമ്മുടെ ഇപ്പുറത്തെ സിനാരിയോ എന്തായി? ഇവിടെ നമ്മളെ നിഫ്റ്റി 50 5 മിനിറ്റിലൊരു മടക്ക് വന്നിട്ടുണ്ട്. ഈ മടക്ക് താഴത്തോട്ട് ക്രോസ് ഓവർ ആവുന്നവരെ നിലവിൽ ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ടും കൂടെ കിട്ടിയ ചെറിയൊരു ടിപ്പും കൂടെ ഹൈപ്പ് പോകേണ്ടതായിരുന്നു. ഒരു 23,302 വരെയൊക്കെ പോകേണ്ടതാണ്. അതും ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 23,340 പോണത്. കാരണം ഒരു പരിധി കൂടുതൽ ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ ക്രോസ് ഓവർ ആയിക്കഴിഞ്ഞാലേ നമുക്കൊരു കൺഫർമേഷൻ പറയാനായിട്ട് പറ്റത്തുള്ളൂ. അത് ആ മൂവ്മെൻറ്റ് നല്ലപോലെ കിട്ടിക്കഴിഞ്ഞാൽ, നല്ലൊരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ, ഈ പ്രീവിയസിൻ്റെ ഹൈ ഒന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ 23,340 പോകത്തുള്ളൂ, അല്ലെ പോകത്തില്ല. കാരണം ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇപ്പം എന്നെ സംബന്ധിച്ച് ഇവിടെ നിന്ന് 195 ഫസ്റ്റ് ടാർഗറ്റ്, ആ അറ്റ് എ ടൈമിൽ 140 എൻട്രി എടുത്തിട്ട് ഒരു പോയിന്റ് കോസ്റ്റ് ടു കോസ്റ്റ് കയറ്റിയിട്ടേക്കുക. ഇവിടെ നിന്നൊരു പിടുത്തം തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ സാധനം മുകളിലോട്ട് പറക്കും. ഇവിടെ നഷ്ടപ്പെടാനൊന്നുമില്ല. ഇവിടെ ഒരു 10-16 പോയിന്റ് കിട്ടുകയും ചെയ്തു. പിന്നെ അവിടെ ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 196 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുള്ളൂ. ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് നമ്മൾ 196 ഭാഗത്ത് എത്തി നിൽക്കുന്നത്. ഇത് ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഈ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് നല്ല രീതിയിൽ പറക്കും. ഒരു ഡോജി ക്യാൻഡിലാണ് വന്നേക്കണത്. ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ ഇവിടെ എത്ര പോയിന്റ് കിട്ടിയോ അത്രയും പോയിന്റ് തന്നെ ഇപ്പുറത്തും കിട്ടും. നമ്മുടെ കണക്കുകൂട്ടൽ ശരിയായി വന്നു കഴിഞ്ഞാൽ ഈ സാധനം 23,340 മാർക്കറ്റ് മൂവ് ചെയ്യും. നമ്മുടെ സെക്കൻഡ് ട്രേഡ് നമ്മൾ പോസ്റ്റ് ചെയ്തില്ല. ഒന്ന് ബ്രേക്ക് ചെയ്തിരുന്നെങ്കിൽ 23,338 അവസാനിപ്പിക്കായിരുന്നു. കാരണം പ്രീവിയസ് ആയിട്ട് വാക്വം സ്പേസ് ആണ്. ആ വാക്വം സ്പേസ് ഇവിടെ യൂസ് ചെയ്താൽ 10-8 10-ഓടുകൂടി ഇവിടെ വന്നേനെ. കാരണം ഈ പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡലിൻ്റെ ഹൈയിലാണ് നിൽക്കുന്നത്. നല്ല വോൾട്ടാലിറ്റി ഉണ്ട്. പിന്നെ 5 മിനിറ്റിൻ്റെ ക്യാൻഡലിൽ അല്ല 2 മിനിറ്റിൻ്റെ ക്യാൻഡലിൽ ഡോജി ക്യാൻഡിൽ വന്നതുകൊണ്ട് ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതിൻ്റെ റീസൺ തന്നെ. ബാക്കി വന്നെടുത്ത് വെച്ച് കാണാം, അത്രേ ഉള്ളൂ. എപ്പോഴും എൻട്രി എടുത്ത് പ്രോഫിറ്റ് ആയാൽ കോസ്റ്റ് ടു കോസ്റ്റോ 1 പോയിൻറ്റോ ഈവൻ 2 പോയിൻറ്റോ കയറ്റി വെച്ചാലും 1 പോയിൻറ്റ് ബ്രോക്കർഷിപ്പ് കൊടുക്കാം, 1 പോയിൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം പ്രോഫിറ്റായിട്ട് എടുക്കാം. അങ്ങനെ ഒരു ദിവസം 10 ട്രേഡ് ചെയ്തുകൂടെ? കാരണം ഇപ്പോഴും 5 മിനിറ്റിൽ ക്രോസ് ഓവർ വന്നിട്ടില്ല. ഈ ക്രോസ് ഓവറാണ് നമുക്കുള്ള ഒരു പ്രതിവിധി. പോട്ടെ, ഒരൊറ്റടിക്ക് പോയ 23,339 എങ്ങോട്ടെങ്കിലും മാർക്കറ്റിന് എത്തിയേ പറ്റത്തുള്ളൂ. അതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. വരണം, നമ്മൾ ഇങ്ങോട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ നമ്മളെ അസ്ഥാനത്താക്കിക്കൊണ്ട് ഈ സാധനം ഇവിടെ നിന്ന് റിവേഴ്സായി. പിന്നെ നമ്മൾ അത് ബ്ലോക്ക് ചെയ്തിട്ടത് കാരണം മാത്രം നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റിയതാണ്, കയറ്റിയിട്ടത് കൊണ്ട്. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ടിപ്പിലാണ് വന്ന് നിൽക്കുന്നത്, ഈ ക്യാൻഡലിൻ്റെയൊക്കെ ടിപ്പിലാണ് വന്ന് നിൽക്കുന്നത്. എന്നാലും എനിക്കൊരു പ്രതീക്ഷ ചെറുതായിട്ടുണ്ട് ഇവിടം വരെ പോകുന്നുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലത്തെ സ്വഭാവം ഇവിടെ കാണിച്ചാൽ, അതായത് താഴത്തൊരു പണി തന്നു നമുക്ക്, പിന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് കയറ്റി ഇട്ടത് കൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഇവിടം വരെ എത്തും എന്നുള്ള പ്രതീക്ഷ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊരു വലിവ് കണ്ടപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് കയറ്റി വെച്ചു. ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്, 23,324 ഉണ്ട്. അപ്പോൾ ഈ വന്ന പോലെ പറ്റിക്കൽ ഇനി ഇപ്പുറത്ത് നടക്കുമെന്നുള്ള കാര്യത്തിൽ മാത്രം ഒരു സംശയമുള്ളൂ. ഇവിടെയും എത്തും എന്നുള്ള പറ്റിക്കൽ തന്നിട്ട് തിരിച്ചിറങ്ങി പോരുമെന്നുള്ള സംശയങ്ങൾ മാത്രമേ ഉള്ളൂ.
മാർക്കറ്റ് ഒന്നെങ്കിൽ വൈകിട്ട് ഇവിടെ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും മാർക്കറ്റ് എത്തണം. വൈകിട്ടല്ല, അതിനു മുമ്പ് 10:30 കൂടി മാർക്കറ്റ് ഏതെങ്കിലും ഒരു സൈഡ് എത്തുമെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു പക്ക മടക്ക് വന്നിട്ടുണ്ട്. ഈ മടക്കനുസരിച്ചിട്ട് ട്രെയിൽ ചെയ്ത് ബ്ലോക്ക് ചെയ്യാമെന്നാണ് അതിനർത്ഥം. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ ക്രോസ് ഓവർ വന്നു കഴിഞ്ഞാൽ അതിനൊപ്പം തന്നെ മാർക്കറ്റ് താഴത്തോട്ട് വരാം. പക്ഷേ ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ ഹൈ വോളിയത്തോട് കൂടിയിട്ടായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നടക്കണത്. അങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 23,337 പോകുന്നത്. ഇപ്പോഴും ക്രോസ് ഓവർ ഒന്നും വന്നിട്ടില്ല. നമ്മളൊന്ന് അലർട്ടായിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം മുമ്പ് ഇവിടെ ഒരു പണി കിട്ടിയത് കാരണം നമ്മളെപ്പോഴും ഇവിടെ അലർട്ടായിട്ടിരിക്കണം. അത് ഓൾറെഡി 211 വന്നിട്ടുണ്ട്. ഇവിടെ ക്രോസ് ഓവർ ആവുന്നേ ഉള്ളൂ. അത് 5 മിനിറ്റിലേക്കൊന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഒരു മടക്ക് വന്നിട്ടേ ഉള്ളൂ. 225 വരെ എന്തായാലും പോകണം. 225 ബ്രേക്ക് ചെയ്താൽ 247. ഓൾമോസ്റ്റ് ടിപ്പിലാണ് വന്ന് നിൽക്കുന്നത് മാർക്കറ്റ്. 224 വരെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് നോക്കാം. ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടേ നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. ഫ്യൂച്ചറിൽ എന്താണ് അവസ്ഥ? ഫ്യൂച്ചറിൽ 15 മിനിറ്റ്സിൽ കയറുന്നുണ്ട്. മേളത്തെ ആ ഒരു ലെവല് മാർക്കറ്റ് ടച്ച് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോവുകയാണ്. 223.36 പോട്ടെ, എവിടെയെങ്കിലും കൊണ്ടുവന്ന് എത്തിക്കണ്ടേ. $84, 94, 204, 214 ഓൾമോസ്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ 23,338 മൂവ് ചെയ്യുന്നുണ്ട്. 23,321 ട്രിഗർ ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്. മാക്സിമം ട്രെയിൽ ചെയ്ത് വെക്കുക. ഇവിടുത്തെ ഫാള്, ഇവിടുത്തെ ഇത്ര സ്പേസ്, ആ സ്പേസാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ ഇവിടെ വന്നിരിക്കുന്നത്. 2 മിനിറ്റ് കൂടെ ഉണ്ട് ഈ ക്യാൻഡിൽ ക്ലോസ് ആവാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒന്ന് കറക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. ആ കറക്ഷനും കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 23,338 മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. കൃത്യമായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് ഇട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടും, നമ്മൾ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ സ്റ്റോപ്പ് ലോസ് എങ്ങും ഇടാതിരുന്നു കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറിക്കഴിഞ്ഞാൽ ദൈവം തമ്പുരാൻ എവിടെയെങ്കിലും ഒരു വഴി കാണിച്ചു തരും. അല്ലാതെ ആന കുത്തിയാലും ഞാനിടുന്ന സ്റ്റോപ്പ് ലോസ് മാറ്റില്ല എന്നുള്ള തീരുമാനമാണ് മിക്ക ആളുകളെയും. അതായത് 10 ട്രേഡ് ഒരു ദിവസം എടുത്തു, 10 ട്രേഡിലും 1000 രൂപ പോയിട്ട് തിരിച്ചു വന്നിട്ട് 2 പോയിന്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചു, പൊക്കോട്ടെ. നമ്മുടെ ലക്ഷ്യം കാണുന്ന ട്രേഡ് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് വരും. അത് നമ്മൾ കൃത്യമായിട്ട് എടുത്ത് ഇപ്പോൾ ഒരു കറക്ഷനാണ് 23,322. അതായത് ഇവിടെ മുട്ടാതിട്ട ആ സ്പേസിൻ്റെ അത്രയും സ്പേസ് തന്നെയാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ആ സ്പേസാണ് 23,322 ട്രിഗർ ചെയ്ത് നിൽക്കുന്നത്. ഇനി അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് മുമ്പോട്ട് പോവുള്ളൂ. കാരണം ഇവിടുത്തെ ക്യാരക്ടർ ഇവിടെയും പറ്റിക്കാനായിട്ടുള്ള തീരുമാനം ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് 23,322 ഒരു സേഫ് സോണാണെന്ന് നമ്മൾ പറഞ്ഞത്. ഇവിടെ പറ്റിയ ഒരു അബദ്ധം നമുക്ക് ഇവിടെ പറ്റരുത്. അതുകൊണ്ട് കൃത്യമായിട്ട് അവിടെ തീരുമാനം എടുക്കണം. 23,322.7 ഇതിൻ്റെ ഹൈ എത്ര വരെ പോയിട്ടുണ്ട്? 23,325.15 വരെ പോയിട്ടുള്ളൂ. അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 23,339 പോകുള്ളൂ. അപ്പോൾ എന്താ നമ്മളിവിടെ അപ്ലൈ ചെയ്ത സ്ട്രാറ്റജി ചെയ്താൽ ഇവിടെ എന്ത് കാണിച്ചോ അത് തന്നെയാണ് മാർക്കറ്റ് ഇത് ഇവിടെയും കാണിച്ചിരിക്കണേ. അത്രേ ഉള്ളു കാര്യം. അപ്പോൾ ഇതിൻ്റെ ഹൈ എത്ര പോയിട്ടുണ്ട്? 218 വരെ പോയിട്ടുണ്ട്. നമ്മൾ 220 വരെ നമ്മൾ പ്രതീക്ഷിച്ചാണ്. അപ്പോൾ 218 വരെ പോയിട്ടുള്ളൂ. 2 പോയിൻറ്റിൻ്റെ വ്യത്യാസമുള്ളൂ. അതായത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഒപ്പത്തിനൊപ്പമുള്ള 3 ക്യാൻഡിലോ സിംഗിൾ ക്യാൻഡിലോ 3 ക്യാൻഡിലോ വരാമെന്ന് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 1, 2, 3 ക്യാൻഡിൽ 220 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് എന്ത് ചെയ്യുള്ളൂ? 245 മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ബ്രേക്കൗട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് 220 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 250 അടുത്ത മൂവ്മെൻറ്റ് ചെല്ലുന്നു. 220 ബ്രേക്ക് ചെയ്ത് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയ 250 മാക്സിമം ട്രെയിൽ ചെയ്ത് വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ.
5 മിനിറ്റിലാണ്. ഇപ്പോഴും RSI ക്രോസ് ഓവർ ആയിട്ടില്ല. ശരിക്കും ഇതൊരു ഒന്നൊന്നര എൻട്രി ആണ്. ഇതൊരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ. നമ്മൾ ഇത്തിരി ലേറ്റായിട്ട് എൻട്രി എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ് 220 എന്നുള്ളത്. 220 ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഇത്തിരി മോർ പവർ ആവശ്യമാണ്. 220 ബ്രേക്ക് ചെയ്താൽ 245 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് പോണേ. അവിടെ നിന്ന് മൂവ് ചെയ്താൽ 280 മാർക്കറ്റ് പോകുന്നത്. 15 മിനിറ്റ്സിൽ ഒരു ക്രോസ് ഓവർ വന്നിട്ടുമുണ്ട്. ആ ക്രോസ് ഓവർ എന്തുകൊണ്ടാണ് 15 മിനിറ്റ്സിൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് പോകാത്തതെന്ന് വെച്ചാൽ ആ ഒരു യെല്ലോ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഇങ്ങനെയായിരുന്നു. ഇന്നലെ പീലാണ് ഈ ഒരു സമയത്ത് യെല്ലോ ലൈൻ ടച്ച് ചെയ്തിട്ട് നമ്മൾ ട്രേഡ് അവസാനിപ്പിച്ചത് 15 മിനിറ്റ്സിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണിലേക്ക് പോവുമായിരുന്നു. അപ്പോൾ ഇത്രയും നേരം ഇന്നലത്തെ മാർക്കറ്റിൻ്റെ ആ ഒരു സെയിം കാറ്റഗറിയാണ് ഇന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ മേ ബി മാർക്കറ്റ് പിയിൽ ഡയറക്ഷൻ തിരിയാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് 135 ബ്രേക്ക് ചെയ്താൽ 155 172 മാർക്കറ്റ് തിരിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇന്നലത്തെ സെയിം സിനാരിയോ ആണ് ഇന്ന് വരുന്നതെന്നുണ്ടെങ്കിൽ ഇനി പിയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തിട്ട് എഗെയിൻ കൺസോൾട്ടേഷൻ സോണിലേക്ക് മാർക്കറ്റ് മൂവ് ആവും. ഇവിടെ 220 ബ്രേക്ക് ചെയ്താൽ 255 മൂവ്മെൻറ്റ് കിട്ടും. 15 മിനിറ്റ്സിൽ RSI അപ്പായിട്ടുണ്ട്. പിന്നെ 2 മിനിറ്റിലുള്ള ആ ഒരു ഫോർമേഷൻ്റെ കാര്യം മാത്രം നോക്കാനുള്ളൂ. കാരണം ഇതൊരു വലിയ ക്യാൻഡിൽ, അതിനുശേഷം ഒരു ഡോജി ക്യാൻഡിൽ, നെക്സ്റ്റ് ക്യാൻഡിൽ 15 മിനിറ്റ്സിൻ്റെത് ഫോമായിട്ട് അത് 200 താഴത്തോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ആ സാധനം 220 ബ്രേക്ക് ചെയ്താൽ 255 എന്തായാലും മാർക്കറ്റ് പോകും. ഇവിടുത്തെ കേസിൽ ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട് ഹൈ കിട്ടിക്കഴിഞ്ഞാൽ 130 ഏകദേശം 136 137 ബ്രേക്ക് ചെയ്താൽ 148 പോകുന്നു മാത്രമേ ഉള്ളൂ. RSI ഇപ്പോഴും ഗ്രീനിലേക്ക് കയറിയിട്ടില്ല. RSI പീക്ക് അനുകൂലമായിട്ടാണ് താൽക്കാലികമായിട്ട് നിൽക്കണമെങ്കിലും ഗ്രീനിലേക്ക് കയറിയിട്ടില്ല. നമ്മളീ പറഞ്ഞ 6 പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസിനുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ രക്ഷയുള്ളൂ. പിന്നെ കറക്റ്റായിട്ടൊരു കൺസിസ്റ്റൻ്റ് മൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ 140 നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വരും. 137 ബ്രേക്ക് ചെയ്താൽ 148 മൂവ്മെൻറ്റ് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ ഡോജി ക്യാൻഡിലായതുകൊണ്ട് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ വരാനുള്ള ചാൻസ് ഉണ്ടോയെന്ന് മാത്രമേ ഉള്ളൂ. കാരണം പല സമയത്ത് സിയിലേക്ക് പോകാൻ നോക്കിയിട്ട് പറ്റിയിട്ടില്ല. ഇപ്പോൾ ലാസ്റ്റത്തെ 3rd അറ്റംപ്റ്റാണ് ഈ നടത്താൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ ഗ്രീൻ ക്യാൻഡിൽ വന്നു, അതിനൊപ്പമുള്ള 3 ഗ്രീൻ ക്യാൻഡിൽ വരികയാണെങ്കിൽ അടുത്തത് 10:30 മാർക്കറ്റ് ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ 211 211 പറയുമ്പോൾ 200ൻ്റെ ഭാഗം നമുക്ക് സ്റ്റോപ്പ് ലോസ് ഏരിയ ആയിട്ട് വെക്കാം. 225 ടാർഗറ്റായിട്ട് വെക്കാം. നേരെ മറിച്ച് ഇവിടെ 137 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 148 155 161 172 ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും. 8 മിനിറ്റ് കൂടെ ഉണ്ട് 10:30 ആവാനായിട്ട്. ഇവിടെ ഒരു സ്ട്രഗിളിംഗ് ആണ് മാർക്കറ്റ് നടക്കുന്നത്. 23,323 സ്ട്രഗിളിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ഒരൊറ്റ ബ്രേക്കൗട്ട് കിട്ടിയ സാധനം കണ്ണും പൂട്ടിയായിരിക്കും 23,338 പോകുന്നത്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ വെയിറ്റ് ചെയ്യുന്നത്. നമ്മൾ അടുത്ത മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. 200 ബ്രേക്ക് ചെയ്ത് 255 അതോ 137 ബ്രേക്ക് ചെയ്തിട്ട് 155 എന്നുള്ള കാര്യത്തിൽ മാത്രമാണ്. അപ്പോൾ 20 നിന്ന് 55 രൂപയായ 35 പോയിൻറ്റ്. 137 ബ്രേക്ക് ചെയ്ത് 155 പോയി കഴിഞ്ഞാലും 35 45 20 പോയിൻറ്റ് കിട്ടും. ഏതിൽ നിന്നാണെങ്കിലും നമുക്ക് പോയിൻറ്റ് കിട്ടിയാൽ മതി. നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇതിന് തന്നെയാണ് കേട്ടോ, ഈ സിക്ക് തന്നെയാണ്. കാരണം RSI ഇവിടെ ഒരു ക്രോസ് ഓവർ വന്ന് നിൽക്കുകയാണ്. പിയിൽ 15 മിനിറ്റ്സിൽ അതായത് നല്ല ലോവിൽ റിവേഴ്സ് ആവണോ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് പോകണോ എന്നുള്ള ആലോചനയിലാണ് നിൽക്കണേ.
മെജോറിറ്റി സമയത്തും ഇങ്ങനെ ഒരു ഡോജി ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു ട്രെൻഡ് ഡയറക്ഷനാണ് സാധാരണ അങ്ങനെ വരാറ്. പിന്നെ രണ്ടാമത്തെ പോസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇത് മോർണിംഗ് സ്റ്റാർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. രണ്ട് പോസിബിലിറ്റിയാണ് നെക്സ്റ്റ് 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലുള്ളത്. ഒന്ന് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ അല്ലെങ്കിൽ ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്യുക. ഇതൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആയിക്കൂടെ? നെക്സ്റ്റ് ക്യാൻഡിൽ ഇമ്പോർട്ടൻ്റ് ആണ്. 10:29 10:30 അടുത്ത മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. കാരണം ഇതൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് അല്ലെങ്കിൽ മുകളിലോട്ട് കുതിക്കണതിന് മുമ്പുള്ള താഴത്തോട്ടുള്ള വരവായി കൂടായില്ല. 10:30 അതായത് ഇവിടെ ചെറിയൊരു ലോ വന്നിട്ടുണ്ട്. 10:30 ക്യാൻഡിലായിരിക്കും നമ്മൾ അടുത്ത മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഒരു 15 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിം നമ്മൾ ഗ്യാപ്പ് എടുത്തത്. കാരണം ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണോ റിവേഴ്സ് ആണോ എന്ന് അറിയാനായിട്ടാണ് അവിടെ നമ്മൾ 15 മിനിറ്റ്സിൻ്റെ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് അടുത്ത 10:30 ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകാമെന്ന് നമ്മൾ തീരുമാനിച്ചതിൻ്റെ റീസൺ. പലപ്പോഴും താഴത്തോട്ട് ഹൈ വോളിയം വേണമെന്നുള്ളതുകൊണ്ടാണ് താഴത്തോട്ടൊന്ന് വന്നത്. ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണെങ്കിൽ ഈ ക്യാൻഡിലിൻ്റെ ഓപ്പൺ 175, ഹൈ 218, 175, ക്ലോസ് 208, ഒരു 10-35 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓപ്പൺ എന്ന് പറയുമ്പോൾ 199, അപ്പോൾ 200 തൊട്ട് 235 വരെ. അപ്പോൾ ആ രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടും എന്നാണ് നമ്മളുടെ പ്രതീക്ഷ. അപ്പോൾ ഏകദേശം ഒരു ഡോജി ക്യാൻഡിൽ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് ഇങ്ങ് ഫാൾ ആവണം, എന്നാലേ അത് കണ്ടിന്യൂസ് ആയിട്ട് താഴത്തോട്ട് ഇങ്ങ് ഫാൾ ആവത്തുള്ളൂ. ട്രെൻഡ് കണ്ടിന്യൂവേഷൻ നമ്മൾ മെൻഷൻ ചെയ്തത് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ലെങ്ത്തുള്ള അതേ ക്യാൻഡിൽ ഇവിടെ ഫോം ആവണം. ഇതിൻ്റെ ലോവും കൂടെ ബ്രേക്ക് ചെയ്ത് ഇങ്ങ് പോരണം. എന്തുകൊണ്ടാണ് പോരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 215, 220 എന്നുള്ളൊരു ലെവൽ നിൽപ്പുണ്ട്. ആ ലെവൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അതങ്ങ് ബ്രേക്ക് ചെയ്താൽ സുഖമായിട്ട് 225 ഇട്ട് മാർക്കറ്റ് പൊക്കോളും. നമ്മൾ അതാണ് 10:30 ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ നോക്കിയിട്ട് നമുക്ക് ട്രേഡ് എടുക്കാം എന്ന് പറഞ്ഞതിൻ്റെ റീസൺ. 10:30 ചെറിയൊരു ലോ ഉണ്ടായി. 200 നിന്ന് എടുത്താലും 13 പോയിൻ്റാണ് ആ ലോവിൽ. എന്തായാലും ഞാൻ വീഡിയോ പോസ് ചെയ്യുകയാണ്. എൻ്റെ ലക്ഷ്യം 225 ആണ്. 225, 280 ആവാം, അതുക്കും മേലെ പോകാം, എവിടം വരെയൊക്കെ പോകാം. 250, 280, 335. $220 കഴിഞ്ഞാൽ 250, 280, 300, 322 അവിടെ കിടക്കട്ടെ, ബാക്കി വന്നെടുത്ത് വെച്ച് കാണാം. $230 ഒരു കൺസോൾട്ടേഷൻ സോണാണ്. 230 പതുക്കെ പതുക്കെ പോകത്തുള്ളൂ. പിന്നെ 250, 280, 300, 318, 353. എന്തായാലും വീഡിയോ പോസ് ചെയ്യുന്നു, അവിടെ കിടക്കട്ടെ. RSI ക്രോസ് ഓവറാണ്. ഈ സ്ട്രെയിൻ ചെയ്ത് നേരെ കയറി അങ്ങ് പോകണം സാധനം. നമ്മുടെ എൻട്രി വന്നിട്ട് 200 ആണ് നമ്മുടെ എൻട്രി. 200, 15 പോയിൻറ്റ്സ് ഇപ്പോൾ ഓൾറെഡി പ്രോഫിറ്റബിൾ ആണ്.
ഒരു 2 പോയിൻ്റ് കയറ്റിയിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെക്കാം. ഇനി ഒന്നെങ്കിൽ എൻ്റെത് 2 പോയിൻ്റ് കയറ്റി വെച്ചേക്കണം അടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ RSI 50 എത്തുമ്പോഴത്തേക്കും ഒന്ന് നോക്കും. ആ സമയത്ത് ഏത് ട്രിഗർ പോയിന്റിലാണ് നിൽക്കണമെന്നൊന്ന് നോക്കും. സെക്കൻഡ് ആ ട്രിഗർ പോയിൻ്റ് എത്താനായിട്ടുള്ള സാഹചര്യങ്ങൾ 235 ഒരു കൺസോൾട്ടേഷൻ സോൺ ഉണ്ട്, 255 പിന്നെ 280 റെസിസ്റ്റൻ്റ് ആണ്, 290 റെസിസ്റ്റൻ്റ് ആണ്, 320 റെസിസ്റ്റൻ്റ് ആണ്, അതേപോലെ തന്നെ 344 റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ നമ്മളിന്ന് അപ്പ് ആൻഡ് ഡൗൺ മാർക്ക് ചെയ്തില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. 288 പോയിൻറ്റോ 369 പോയിൻറ്റോ മാർക്കറ്റിലൊരു മൂവ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതിൽ ഇപ്പോൾ മാർക്കറ്റ് ഓൾറെഡി ഏതാണ്ടൊക്കെ ന്യൂട്രൽ 66 പോയിൻ്റാണ് ഇപ്പോൾ ഓൾറെഡി മാർക്കറ്റ് അപ്പായിട്ട് നിൽക്കുന്നത്. ഈ 220 എന്നുള്ള ലെവൽ ഒരു ഇത്തിരി കട്ടിയായിട്ടുള്ള ലെവലാണ്. ആ ലെവലൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് സാധനം സിമ്പിളായിട്ട് അങ്ങ് പൊക്കോളും. അപ്പോൾ അതാണ് നമ്മൾ 10-യുടെ എൻട്രി ഫോക്കസ് ചെയ്യാമെന്ന് പറഞ്ഞതിൻ്റെ റീസൺ. നമുക്ക് ഓൾറെഡി ചോട്ടിൽ നിന്ന് കിട്ടും. 10-യുടെ എൻട്രി എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഡൗണിൽ നിന്ന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതൊരു പ്ലാനിങ് ചെയ്ത് എൻട്രി എടുത്തത്. ഇനി അവിടെ വൈകുന്നേരം വരെ കിടക്കട്ടെ, കിട്ടുന്നത് ബോണസാണ്. 69 പോയിൻ്റാണ് നിലവിൽ ഇപ്പോൾ റണ്ണിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് 288 പോയിൻറ്റും സെക്കൻഡ് എന്ന് പറയുന്നത് 369 പോയിൻറ്റുമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടേത് 2 പോയിൻ്റ് കയറ്റി വെച്ച ബ്രോക്കർഷിപ്പിൽ എക്സിറ്റ് ആവാം. ഇനി അതനുസരിച്ചിട്ട് വീഡിയോ ഓൺ ചെയ്യാം, വാച്ച് ചെയ്യാം. അപ്പോൾ ഏകദേശം പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ മൂവായിട്ടുണ്ട്. 236 ആയിട്ടുണ്ട്, 238 ആയി. അതായത് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ 10-യുടെ ക്യാൻഡിൽ എൻട്രി എടുത്തത്. 10-യുടെ ക്യാൻഡിൽ എൻട്രി എടുക്കുമ്പോൾ ഏകദേശം ഒരു 35 പോയിൻറ്റോളം കിട്ടണം എന്നുള്ളൊരു കണക്കൂട്ടൽ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ 200 തൊട്ട് 238 വരെ മാർക്കറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതിൽ ഒരു 10 പോയിൻറ്റും കൂടെ കിട്ടുകൂടായില്ല. 232 ആദ്യത്തെ ടാർഗറ്റാണ്, 232 ആദ്യത്തെ ടാർഗറ്റിൽ കൺസോൾട്ടേഷൻ സോൺ ഉണ്ടാവുമെന്ന് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതും കൂടെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 247 പോകുന്നത്. അപ്പോൾ അത്ര വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നമ്മൾ സ്വസ്ഥമായിട്ട് വെയിറ്റ് ചെയ്തിട്ടൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് റെസിസ്റ്റൻ്റ് ഉണ്ട്. അതായത് 232 ഉണ്ട്, 240 ഉണ്ട്, 247 കൺസോൾട്ടേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് പതുക്കെ ആടിക്കളിച്ചാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞത്. ഓൾറെഡി നമ്മൾ പറഞ്ഞ ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 5 മിനിറ്റിൽ എടുത്ത സാധനം RSI ക്രോസ് ഓവർ ആകുമ്പോൾ നമ്മൾ പറഞ്ഞത് ഓൾമോസ്റ്റ് 23,336 മാർക്കറ്റ് ടച്ച് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതുക്കും മേലെ ഇനി മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ 23,368 മാർക്കറ്റ് പോകുന്നത്. ഇപ്പോൾ 81 പോയിൻ്റ് ഓൾറെഡി അപ്പർ സൈഡിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 15 മിനിറ്റ്സിൽ RSI ക്രോസ് ഓവർ ആയിട്ട് മുകളിലായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ പാനിക്കായി വെറുതെ ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് നമ്മളുടെ കണക്കൂട്ടൽ. ഇതിൻ്റെ 23,365 പ്രീവിയസ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ലെവൽ. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 23,411 23,452 മാർക്കറ്റ് മൂവ് ചെയ്യും. കണ്ടോ, തിരിച്ച് മാർക്കറ്റ് 225 ഇട്ട് വന്നു. നമ്മൾ 232 ഓൾമോസ്റ്റ് പറഞ്ഞത്. ഞാൻ സ്റ്റിൽ ഹോൾഡിംഗ് ആണ്. 240 ഇതിൻ്റെ ഹൈ എത്ര പോയേക്കണേ, 238.80. 6 പോയിൻറ്റിൻ്റെ വ്യത്യാസം ഉണ്ടായിട്ടുള്ളൂ ആദ്യത്തെ ടാർഗറ്റ്. നമ്മൾ ഏകദേശം ഒരു 35 പോയിൻറ്റോളമാണ് ഈ ഒരു ക്യാൻഡിൽ പറഞ്ഞത്. ആ സിംഗിൾ ക്യാൻഡിലെ മൂവ്മെൻറ്റ് ഓൾറെഡി നമ്മൾ ഓൾമോസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ടാർഗറ്റ് ഓൾമോസ്റ്റ് ഡണ്ണായി. 232 നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് 247, തേർഡ് ടാർഗറ്റ് 285, ഫോർത്ത് ടാർഗറ്റ് 321, ഫിഫ്ത്ത് ടാർഗറ്റ് 357. ഇപ്പോഴും 225 ബ്രേക്ക് ചെയ്തിട്ട് അവിടെ ചെന്ന് നോക്കിയിട്ടുണ്ട് ഈ ഏരിയയൊക്കെ എങ്ങനെയാണ്, ഇവിടെ അക്രമാസക്തമായ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ
ഈ ഏരിയ സേഫ് ആണോ എന്നൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം പോയി നോക്കിയിട്ട് വന്നിട്ട് ബാക്കിയുള്ളവരെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാം എന്നുള്ളൊരു മൈൻഡോട് കൂടിയിട്ടാണ് ആ ഒരു താഴത്തോട്ടുള്ളൊരു വലിവ് വന്നിരിക്കുന്നത്. കാരണം 15 മിനിറ്റ്സിൽ RSI അപ്പർ സൈഡാണ് നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആദ്യത്തെ ടാർഗറ്റ് ഓൾമോസ്റ്റ് എടുത്തു, 232 എടുത്തു. ഇനി ഇത് റെഡ് ക്യാൻഡിലായിട്ട് തീരണം. അപ്പോൾ അടുത്ത ക്യാൻഡിൽ 10:47, 2 മിനിറ്റ്, എത്ര ഇനി 12 മിനിറ്റ് കൂടെ ഉണ്ട് അടുത്ത ക്യാൻഡിൽ ഫോം ആവാനായിട്ട്. അപ്പോൾ നമുക്കിനി അടുത്ത ക്യാൻഡിലിൽ നോക്കിയിട്ട് അതനുസരിച്ച് പ്ലാൻ ചെയ്യാം. എഗെയിൻ ഈ പറഞ്ഞ പോലെ 225 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ടാ 252 അടുത്ത മൂവ്മെൻറ്റ്. ഇവിടെ കറക്റ്റായിട്ട് 204 ഒരു സപ്പോർട്ടാണ് ആ എടുത്തിരിക്കുന്നത്. കറക്റ്റായിട്ടൊരു സപ്പോർട്ട് അവിടെ എടുത്തിട്ടുണ്ട്. എൻ്റെ കുറച്ച് പോർഷൻ 232 നമ്മൾ കൊടുത്തു. നമ്മൾ എടുത്ത എൻട്രിയുടെ അവിടെ ഇപ്പോഴും 200, 212, 210 ട്രെയിൽ ചെയ്ത് വെച്ചാലും ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അല്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റിൽ 202 വെച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എൻ്റേത് ലക്ഷ്യം ഈ RSI ക്രോസ് ഓവർ ആവുന്നവരെ ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതിപ്പോൾ അടുത്ത 15 മിനിറ്റ്സ് ഒരു 15 മിനിറ്റ്സ് അനുസരിച്ചിട്ട് ചെയ്യാം. ലക്ഷ്യം 255 ആണ് എൻ്റെ ലക്ഷ്യം. അതിപ്പോൾ ഇവിടെ വന്നിട്ട് എത്തി നോക്കിയിട്ട് പോയതാണ്. അതൊരു 3 ക്യാൻഡിലോ 5 ക്യാൻഡിലോ കൊണ്ട് പതുക്കെ ഇടിച്ചിടിച്ചിടിച്ച് ഈ ഭാഗത്തേക്കൊക്കെ എന്തായാലും വരും. ഇപ്പോൾ ഗ്രീനിലേക്ക് കയറി, RSI ഗ്രീനിലേക്ക് കയറിയിട്ടുണ്ട്. ഈ ഒരു ട്രെൻഡ് എത്രമാത്രം കണ്ടിന്യൂ ചെയ്ത് പോകും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ കിട്ടുന്നൊരു മൂവ് എന്തായാലും കിട്ടില്ല. കാരണം ഇവിടെ ഒരുപാട് റെസിസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആടിക്കളിച്ചും ഒരു അനങ്ങിയിട്ടൊക്കെ ആയിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. പുറത്ത് പിയുടെ കേസിലാണെങ്കിൽ ഈ പറഞ്ഞൊരു ലെവൽ ബ്രേക്ക് ചെയ്യണം. അതായത് 15 മിനിറ്റ്സിലാണെങ്കിൽ 137 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 141 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 162 ഇവിടെ എഗെയിൻ ഇതിപ്പോൾ ഓൾറെഡി കോസ്റ്റ് ടു കോസ്റ്റ് ആണ്. 225 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 260 ആയിരിക്കും അടുത്ത ടാർഗറ്റ്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് അങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ല. നമ്മുടെ എൻട്രി ഈ ഭാഗത്തായിരുന്നു, 194 ഒരു ഭാഗത്തായിരുന്നു. നമ്മൾ 15 മിനിറ്റ്സിൻ്റെ ക്രോസ് ഓവറിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്തത്. അതിപ്പോഴും കൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, 200 ഇപ്പം നമ്മളുടെ എൻട്രി കംപ്ലീറ്റ്, കാരണം ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്. നമ്മളുടെ എൻട്രി കംപ്ലീറ്റ് 202 ഈ ഒരു പോയിന്റിന് താഴെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സിറ്റ് ചെയ്യാം. നമ്മൾ എൻട്രി എടുത്ത പ്ലേസും 192 ആണ്. നമുക്കൊരു 190 2 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് മാറ്റാം. കാരണം അവിടെ ഒരു മടക്ക് വരുന്നുണ്ട്. സെക്കൻഡ് തിങ്, ഇവിടെ പിയിൽ ഒരു റീക്രോസ് ഓവർ വരുന്നുണ്ട്. ഈ റീക്രോസ് ഓവർ വന്നു കഴിയണത് 117, 120 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 137 മൂവ് ആവത്തുള്ളൂ. 5 മിനിറ്റിൽ ഒരു റീക്രോസ് ഓവർ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് 190 ഭാഗത്ത് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കാം. വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. 190, 201 ആണെങ്കിലും വലിയ വിഷയങ്ങൾ വരില്ല. 201 താഴെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെച്ചാൽ നമ്മൾ 15 മിനിറ്റ്സിൻ്റെ ആ ഒരു രീതിയാണ് നമ്മൾ നോക്കിയത്. പക്ഷെ അത് ഇതുവരെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 15 മിനിറ്റ്സിൻ്റെ RSI ക്രോസ് ഓവർ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ക്രോസ് ഓവറൊന്നും ആയിട്ടില്ല. സ്റ്റിൽ മാർക്കറ്റ് അപ്പർ സൈഡ് തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെടുത്ത എൻട്രി ഈ ഒരു യെല്ലോ ലൈൻ്റെ അവിടെ ആയിരുന്നു. സപ്പോർട്ട് എടുത്തപ്പോഴത്തേക്ക് നമ്മൾ എൻട്രി എടുത്തത്. പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. 15 മിനിറ്റ്സിൻ്റെ ക്രോസ് ഓവർ അനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അതിപ്പോൾ 5 മിനിറ്റിലൊരു റീക്രോസ് ഓവർ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കോസ്റ്റ് ടു കോസ്റ്റ് എന്നുള്ള 2 പോയിന്റിലേക്ക് കയറ്റി വെക്കാനായിട്ട് തീരുമാനിച്ചത്. ഇനി 5 മിനിറ്റിൽ വരുന്ന ഈ റീക്രോസ് ഓവർ നല്ല കൺസോൾട്ടേഷൻ ആണെന്ന് മാർക്കറ്റ്. 2 മിനിറ്റിലും എന്താവുന്നുണ്ട്, മൂവ് ആവുന്നുണ്ട്.
ആ മൂവ് നല്ല രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ 137 വരെ പോകണം ഫാസ്റ്റായിട്ട്. ഇപ്പം 199 ഒരു സപ്പോർട്ട് സോണാണ്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു പന്തികേട് വന്നതുകൊണ്ടാണ് നമ്മൾ ക്വിക്കായിട്ട് അതിനെതിരെയുള്ള ആക്ഷൻസ് എടുത്തത്. $199 മേജറായിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണ്. 199 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഇവിടെ നിന്ന് ഡൗണിലേക്ക് വരത്തുള്ളൂ. നല്ല പക്ക കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രെയിൽ ചെയ്ത് വെക്കുന്നതിനൊരു കണക്കുണ്ട്. നമ്മൾ ചുമ്മാ നമുക്ക് തോന്നുന്ന സ്ഥലത്തൊക്കെ ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ 199 എന്നുള്ള ഈ ഒരു ലെവലിൽ താഴെ ക്യാൻഡിൽ ക്ലോസ് ആയി വിട്ടേക്കാം. അല്ലാത്ത പക്ഷം അത് റണ്ണിങ് തന്നെയാണ്. ഇത് ചിലപ്പോൾ ഒരു താഴത്തേക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന് വന്നിട്ട് തിരിച്ച് മുകളിലോട്ട് പോയി കൂടായില്ല. അതുകൊണ്ട് നമ്മൾ ട്രെയിൽ ചെയ്ത് വെച്ച 199 ട്രെയിൽ ചെയ്ത് വെച്ച ഭാഗം അതിന് താഴെ ക്ലോസ് ആവുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം എന്നാണ് പ്ലാൻ ചെയ്യുന്നത്. വലിയ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല. ഒന്ന് താഴത്തോട്ട് പേടിപ്പിച്ചെങ്കിലും മാർക്കറ്റ് മുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. 15 മിനിറ്റ്സിലാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. അതാകുമ്പോൾ ട്രേഡിൻ്റെ എണ്ണം കുറച്ച് കുറയുമെന്ന് മാത്രമേ ഉള്ളൂ. 202.59 സപ്പോർട്ട് എടുക്കുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. നമുക്ക് നഷ്ടം വന്നാലും വലിയ കാര്യമായിട്ടൊന്നും നഷ്ടം വരാനില്ല. 2-3 പോയിന്റിൻ്റെ നഷ്ടങ്ങളെ നമുക്ക് വരുള്ളൂ. $121 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് 127-ലേക്കോ 137-ലേക്കോ 149-ലേക്കോ 155-ലേക്കോ നമുക്കൊരു എൻട്രി കിട്ടും. 2 മിനിറ്റിൻ്റെ ഇത് 15 മിനിറ്റ്സിൻ്റെയാണ് ഇട്ടിരിക്കണേ. ഇവിടെയും 15 മിനിറ്റ്സ് ആണ്. 5 മിനിറ്റിൽ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ടെന്നുണ്ട്. അത് ഈ ക്രോസ് ഓവർ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ 199 ചെറിയ ടൈം ഫ്രെയിമിൽ അവിടെ ഒരു പക്ക സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, സേഫായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. 2 മിനിറ്റിൽ നമ്മൾ ചെറിയ ടൈം ഫ്രെയിം നോക്കിയിട്ട് നമ്മൾ 199 താഴെ വരികയാണെങ്കിൽ എക്സിറ്റ് ആവാമെന്നാണ് വിചാരിച്ചത്. നമ്മൾ തോന്നുന്ന സ്ഥലത്ത് പോയി എക്സിറ്റ് ആയിട്ട് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതാ ഈ ഒരു ചാർട്ടിൽ പലരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ എന്തിനാണ് ഇത്ര വരകളും കുത്തുകളൊക്കെ ഇട്ട് വെച്ചേക്കുന്നതെന്ന് മെജോറിറ്റി ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഈ കണ്ടത്. കറക്റ്റായിട്ടൊരു സ്റ്റോപ്പ് ലോസ് ഏരിയ നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡൗൺ ഒക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ പാനിക്കായിട്ട് ഓപ്പോസിറ്റ് എടുക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. 199 താഴത്തോട്ട് വന്നാൽ പിന്നെ 190 188 സപ്പോർട്ട് എടുക്കുള്ളൂ. ആ സപ്പോർട്ട് നമുക്ക് പിയിൽ പ്രോഫിറ്റാക്കി മാറ്റാവുന്ന കേസേ ഉള്ളൂ. 220 എന്നുള്ളത് 225-ലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. സ്റ്റിൽ മാർക്കറ്റ് ഇപ്പോഴും അപ്പർ സൈഡ് തന്നെയാണ്, സി ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇവിടെ നല്ല പക്ക കൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ് നിൽക്കുന്നത്. 15 മിനിറ്റ്സിൽ RSI ഇപ്പോഴും അപ്പർ സൈഡ് തന്നെയാണ് നിൽക്കുന്നത്. ഇത് ഒരു കൺസോൾട്ടേഷൻ, ഒരു ക്രോസ് ഓവർ വരാതെ നമുക്ക് പിയിലേക്ക് താൽക്കാലികമായിട്ട് കോൺസെൻട്രേഷൻ ഒന്നും നടക്കില്ല. ഇവിടെ കൺസോൾട്ടേഷൻ സോണാണ്. അതുകൊണ്ട് മാത്രമാണ് മാർക്കറ്റ് ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കുന്നതിൻ്റെ. അപ്പോൾ കൺസോൾട്ടേഷൻ ടൈമിൽ നമുക്ക് ബ്രേക്ക് ഔട്ട് ആവണ പോലെയൊക്കെ തോന്നും, പക്ഷെ നമ്മളതിൽ ഈ വശംവദരാവാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് കിട്ടിയാൽ ഈ 199 നമ്മൾ ഇട്ട സാധനം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 12:39 ഇനി ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1:30, 2, 2:30, 2:50. അതിനിടയ്ക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ വെറുതെ പാനിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ട്രേഡ് ക്ലോസ് ആക്കി കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ എത്ര നേരമാണ് 15 മിനിറ്റ്സിൽ എത്ര നേരമായെന്നറിയോ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം ഒരു ബ്രേക്ക് ഔട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എത്ര നേരെ നമ്മളെടുത്ത എൻട്രി ഈ ഭാഗത്തായിരുന്നു, 192 ഭാഗത്താണ് എൻട്രി എടുത്തത്.
അതിനുശേഷം 15 മിനിറ്റ്സിൽ പലതവണ പ്രോഫിറ്റിലേക്ക് പോയിട്ടുണ്ട്, ബ്രേക്ക് ഔട്ട് ആവാനായിട്ട് നിന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ രാവിലെ പറഞ്ഞത് ഈ ക്രോസ് ഓവർ എന്നുള്ള എൻട്രി ഈ അടുത്ത ക്രോസ് ഓവർ ആവുന്നത് വരെ നമുക്ക് സിയിൽ തന്നെ നമുക്ക് പേടിയില്ലാതെ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റണം. അതായത് ഒരു ഡിസിപ്ലിൻ ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ അടിയുറച്ച് വിശ്വസിക്കണം, വിശ്വസിക്കാതിരിക്കാൻ നിവർത്തിയില്ല. പക്ഷേ നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തിടണമെന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളൊരു റെഡ് കാണുമ്പോൾ ഉടനെ പേടിച്ചിട്ട് അത് എക്സിറ്റ് ആയിട്ട് കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ എൻട്രി പക്കയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ധൈര്യമായിട്ട് നമ്മളൊരു ലോ കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞേക്കണം 199 വന്നാൽ നമുക്ക് വിട്ട് കളയാം. അതിനാണ് 2 മിനിറ്റ് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് നോക്കി 199 താഴത്തേക്ക് വന്നാൽ നമുക്ക് വിട്ടേക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് വൈകിട്ട് വരെ ഹോൾഡ് ചെയ്യാനായിട്ടാണ് നമ്മളുടെ മെയിൻ പരിപാടി. ഒരു 1.5 മണിക്കൂർ നമ്മുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ഈ 220, 225, 230 ലെവലിലേക്ക് ഒന്ന് എക്സ്പാൻഷൻ ആയിരുന്നു. ആ ലെവലും കൂടെ ബ്രേക്ക് ചെയ്താൽ വൈകിട്ട് മാർക്കറ്റ് 252 എത്തുമെന്ന് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നങ്ങളുമില്ല, നമുക്ക് വിട്ട് കളയാം. 199 ആണ് നമ്മുടെ ട്രെയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയ. കാരണം പലതവണ ഇവിടെ ഈ ഒരു ഭാഗത്ത് 3 തവണയാണ് അവിടെ റിജക്ഷൻ അടിക്കാനായിട്ട് നോക്കിയത്, പക്ഷേ സാധിച്ചില്ല. അതിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ആവണം, അല്ലാത്തത്രോളം കാലം സിയിൽ തന്നെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. 15 മിനിറ്റ്സിൽ RSI അപ്പർ സൈഡാണ്, 30 മിനിറ്റിൽ എന്തായിട്ടുണ്ട്, RSI സിയിലേക്ക് ഡൈവർജൻസ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു ബ്രേക്ക് ചെയ്ത് പോകാത്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 226.13 ഒരു മഞ്ഞ ലൈൻ അവിടെ ഫോം ആയിട്ടുണ്ട്. അത് ബ്രേക്ക് ചെയ്തിട്ടേ മാർക്കറ്റ് മുകളിലോട്ട് പോകുള്ളൂ. 226.30 ആ ഒരു ഭാഗം കൂടെ ബ്രേക്ക് ചെയ്താൽ 245 262, 280 ഭാഗത്തേക്കോ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ വിടാതെ പിടിച്ചേക്കണതിൻ്റെ റീസണും RSI 30 മിനിറ്റിൽ ക്രോസ് ഓവർ ആവുന്നു എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ടാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഓൾറെഡി രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് ഒറ്റയടിക്കൊന്നും എന്തായാലും മൂവ് ചെയ്യില്ല. ഒരുപാട് തടസ്സങ്ങൾ മുകളിലുണ്ട്, അതിനെയൊക്കെ അതിജീവിച്ച് വേണം മാർക്കറ്റിന് മുകളിലോട്ട് പോകാനായിട്ട്. പ്രീവിയസ് ആയിട്ടുള്ള ഡേയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒറ്റയടിക്ക് പോവില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾമോസ്റ്റ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ തടസ്സമുണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ വൈറ്റ് ഡോട്ട് ഉണ്ട്, ഇവിടുത്തെ ഗ്രീൻ ലൈൻ ഉണ്ട്, പുതിയ റെഡ് ലൈൻ ഒരെണ്ണം ഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 15 മിനിറ്റ്സിൻ്റെ RSI ക്രോസ് ഓവർ ആവുന്ന വരെ നമ്മൾ ഹോൾഡ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കണം. അതിപ്പോൾ ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും. അതിനിടയ്ക്ക് നമ്മൾ റെഡ് കണ്ട് പാനിക്കാവാൻ പോയി കഴിഞ്ഞാൽ അതിന് മാത്രമേ നേരം ഉണ്ടാവത്തുള്ളൂ. 203, 202, 203ക്ക് താഴെ വന്നാൽ നമുക്ക് വിട്ട് കളയാം, പ്രശ്നങ്ങളൊന്നുമില്ല. അത് ഒറ്റയടിക്ക് താഴത്തോട്ട് പോരും. അതുവരെ ചാൻസ് ഉണ്ടല്ലോ. 230 ഒന്ന് കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ 225, 255 ഒരു തീരുമാനം എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുക. ലോസ് വന്നാൽ അതിന് അക്സെപ്റ്റ് ചെയ്യുക, പ്രോഫിറ്റ് വന്നാൽ ബുക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓൾറെഡി രാവിലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ RSIയുടെ 15 മിനിറ്റ്സ് ക്രോസ് ഓവർ വരെ നമുക്ക് ഹോൾഡ് ചെയ്യും. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതുവരെ അടിച്ചിട്ടില്ല. 3-5 പോയിന്റ് ആദ്യം കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചു, പിന്നെ അതനുസരിച്ചിട്ട് ഈ വൈറ്റ് ഡോട്ട് കയറുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ താഴെ ലോസ് ആയിക്കഴിഞ്ഞ് ഇതിൻ്റെ താഴെ നമുക്ക് എക്സിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. എത്ര നേരമായി, അതായത് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇതുവരെ ഇതിൽ നിന്ന് എക്സിറ്റ് ആവാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷേ ഈ ഒരു ക്രോസ് ഓവർ സ്റ്റേബിളായിട്ട്, അതായത് ഈ ഒരു ക്രോസ് ഓവറിൻ്റെ സ്ഥാനത്ത് ഈ ക്യാൻഡിൽസൊക്കെ ഒരു ബ്രേക്ക് ഔട്ട് സ്റ്റേജിലായിരുന്നെങ്കിൽ, ഇതിൽ ഈ പറഞ്ഞ പോലെ 10 ക്യാൻഡിൽ പൊക്കത്ത് പോകുന്ന ലെവൽ ഉണ്ടായിരുന്നെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 280 വരെ വരേണ്ടതാണ്. പക്ഷേ ഇവിടെ കൺസോൾട്ടേഷൻ ആവുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് RSIക്ക് മൂവ് ചെയ്തേ പറ്റത്തുള്ളൂ, 0 to 100 മൂവ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ക്രോസ് ഓവർ ആവുന്ന സമയത്ത് നമ്മൾ അലർട്ട് എടുക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ട്രെയിൽ ചെയ്ത് വെച്ച സ്ഥലത്ത് നമുക്ക് ഈസി ആയിട്ട് ഇറങ്ങാം. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് അതിൽ ഉറച്ചു നിൽക്കുക. അപ്പോൾ ഈ 15 മിനിറ്റ്സിൻ്റെ RSIയുടെ ക്രോസ് ഓവർ ചില സമയത്ത് ലോസ് ആകും, ചിലപ്പോൾ ചെറിയ പ്രോഫിറ്റ് കിട്ടും, ചിലപ്പോൾ മാസീവ് പ്രോഫിറ്റുകൾ കിട്ടും. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി നമ്മൾ വിടാതെ പിന്തുടർന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ
മന്ത് എൻഡ് നമുക്ക് മാസീവായിട്ടുള്ള പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റും. അല്ലാതെ നമ്മളിപ്പോൾ അവിടെ പേടിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. എനിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഒന്നെങ്കിൽ 199 താഴെ വന്നിട്ട് ഏകദേശം കോസ്റ്റ് ടു കോസ്റ്റ് ആ ലെവലിലേക്ക് വരും. ഇപ്പോൾ 2 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 199 എന്തെങ്കിലും ഒരു വ്യത്യാസം വന്ന് കാണും. 199.68. ഇത്രയും ഈ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഇത്രയും ടെക്നിക്ക് ആഡ് ചെയ്തിരിക്കുന്ന കാര്യം തന്നെ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, അല്ലാണ്ട് ഒരിക്കലും നമ്മൾ പ്രോഫിറ്റിനെ കോൺസെൻട്രേഷൻ ചെയ്തിട്ടല്ല നിൽക്കുന്നത്. ക്യാപിറ്റലിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഇത് നോക്കിയാൽ ഒരു അപ്പ് വന്നിട്ട് ഒരു എന്താ പറയുക, ഒരു ഫ്ലാഗ് മോഡലാണ് ഇപ്പോൾ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു നല്ല മൂവ് വന്നു, ഒന്ന് ഫ്ലാഗ് ചെയ്തു, അതിനുശേഷം ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റണ്ണിങ് സ്പേസ് ഉണ്ട്. അതായത് 147 മുതൽ 199 ഒരു 50 പോയിൻറ്റിൻ്റെ അതേ ഒരു ലെങ്ത്ത്, അതായത് ഈ വന്നിരിക്കുന്ന സെയിം മൂവ്മെൻറ്റ് മേളിലോട്ട് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് 199 കൊടുക്കാം, ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. കാരണം നമ്മൾ പക്കയായിട്ടുള്ള സ്ഥലത്താണ് കയറിയിരിക്കുന്നത്. നേരെ മറിച്ച് 2 മണിക്ക് 1:30-2 മണിക്ക് പിന്നെ ഇവിടെ ഒരു മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ 50 മിനിറ്റ്സിൻ്റെ ഒരു ക്രോസ് ഓവർ ഒക്കെ അടുത്തടുത്ത് വരുന്നുണ്ട്. അപ്പം നമ്മൾ മാക്സിമം ട്രെയിൽ ചെയ്ത് വെക്കുക. ഇത് മൂവ് ചെയ്താൽ നമ്മൾ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യും. 177 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്ട്രൈക്ക് ഒന്ന് മാറ്റി പിടിക്കാം. അത് ഇത്തിരി ഡെൽറ്റ വാല്യൂ കുറഞ്ഞ സ്ട്രൈക്കാണ്. ഇത്രയും കൂടെ മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ളത് നമുക്ക് 132 കൺവേർട്ട് ചെയ്യാം. അതാകുമ്പോൾ ഇത്രയും കൂടെ ഫാസ്റ്റ് മൂവ്മെൻറ്റ് കിട്ടും. ഇപ്പോൾ 33,500 പി നമ്മൾ എടുത്തു വെച്ചാൽ 50 മിനിറ്റ്സിൻ്റെ അതിൽ 2 മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. എവിടെ കിട്ടും സേഫായിട്ടുള്ള പോയിന്റ് എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ഒരു ബേസ് വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. എവിടെ കിട്ടും പോയിന്റ്? 137 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് എത്തിപ്പെടാനുള്ളൊരു സ്ഥലം 142. 137 ബ്രേക്ക് ചെയ്താൽ 142 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 150 മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. 150 ബ്രേക്ക് ചെയ്താൽ പിന്നെ എങ്ങോട്ട് പോകും? 192 മാർക്കറ്റ് പോകുന്നത്. 158 ആ ഭാഗത്തേക്കായിരിക്കും. 137 ബ്രേക്ക് ചെയ്താൽ 142 ബ്രേക്ക് ചെയ്താൽ 149 ബ്രേക്ക് ചെയ്താൽ 158. ഇവിടെ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. RSI ഇവിടെ 2 മിനിറ്റിൽ വീണ്ടും മുകളിലോട്ടൊക്കെ ക്രോസ് ഓവർ ആവുന്നുണ്ട്. 5 മിനിറ്റിൽ മുകളിലോട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ടൊക്കെ കിട്ടും. 225 ഒക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ടൊരു 245. നേരത്തെ 220 ആയിരുന്നു, അതിപ്പോൾ എന്തോ 225 ആയിട്ട് റീആക്ട് ചെയ്തിട്ടുണ്ട്. 225 കൂടെ ബ്രേക്ക് ചെയ്താൽ 242 കിട്ടും. RSI 50 മിനിറ്റ്സിൽ ക്രോസ് ഓവർ ആവാതെ നമ്മൾ പിയിലേക്ക് ഒരു കാരണവശാലും നമ്മൾ നോക്കുന്നതല്ല. 30 മിനിറ്റിൽ RSI സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ പ്രിഫറൻസ് സിയിലേക്കാണെങ്കിലും പിയിൽ എടുത്തുകൂടായില്ല. സിയിൽ സ്റ്റോപ്പ് ലോസ് അടിച്ച് താഴത്തോട്ട് വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പിയിലേക്ക് കൺവേർട്ടായി പോകേണ്ടി വരും. നല്ല DK ഉണ്ടെന്ന്. എന്തായാലും ഇന്ന് 2-2.5 മണിക്കൂർ വീഡിയോ ആയാലും നല്ലൊരു ബ്രേക്കൗട്ട് 2 മണി ബ്രേക്കൗട്ട് ഉണ്ടാകുന്ന മെയിൻ, അതായത് ഒരു റിവേഴ്സൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ബ്രേക്കൗട്ട് കിട്ടുന്ന സമയമാണ് ഉച്ച കഴിഞ്ഞിട്ട് 1:30 ഒരു മൂവ് കിട്ടാം, 2 മണിക്ക് കിട്ടാം, 2:30 കിട്ടാം, 2:50 കിട്ടാം. നമുക്ക് എന്തായാലും അത് പോസ് ചെയ്യാം. ടാർഗറ്റ് എന്തായാലും ഒക്കെ എത്തട്ടെ. നമുക്ക് 3 മണിക്കത്തെ ട്രേഡും കൂടെ കഴിഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം.
വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. മാർക്കറ്റ് 2 ദിവസമായിട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പൊട്ടാൻ തയ്യാറായിട്ട് നിൽക്കുക. ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ 23,500 പിന്നെ പോയി നിൽക്കത്തുള്ളൂ. OA പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു പ്രൊഫൈൽ ഇവിടെ ഇത്തിരി സീക്കാല് അവർക്കൊട്ടൊരു പണി കൊടുക്കണം. 23,400 ഒരു 10-15-25 പോയിന്റും കൂടെ പോയി കഴിഞ്ഞാൽ 23,400. അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് 23,450. ഈ 50 മിനിറ്റ്സ് ക്രോസ് ഓവർ ആവണ വരെ എന്തായാലും നമ്മൾ ഹോൾഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ടേ പീനെ പറ്റി ആലോചിക്കത്തുള്ളൂ. ഫ്യൂച്ചറിൽ ഡേ ഹൈയിലാണ് നിൽക്കുന്നത്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടെ ആളുണ്ടോ എന്ന് നോക്കാം. പതുക്കെ 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 ആ ലെവലിലേക്ക് എത്തും. അത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നത്തെ മൂവ്മെൻറ്റ്. എത്രയായി? 232ആയി, 235, 240, 241. അത് നമ്മൾ ക്ഷമയോടുകൂടി ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യണം. നമ്മളുടെ സ്ട്രാറ്റജിയിൽ നമ്മൾ വിശ്വസിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. 240, 241 പോയി കഴിഞ്ഞാൽ അടുത്തത് 255. ഇവിടെ വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് മുകളിലോട്ട് കൊടുത്തിട്ട് വീണ്ടും താഴത്തോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. 230, 240 വരെ അത് പോയിട്ടുണ്ട്. 240 നമ്മൾ രാവിലെ പറഞ്ഞൊരു റേറ്റാണ്. സെക്കൻഡ് ടാർഗറ്റ് 240 നമ്മൾ പറഞ്ഞതാണ്. ആ റേറ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റായി. നമ്മൾ രാവിലെ ഇവിടെ നിന്ന് മൂവ് ചെയ്തപ്പോഴത്തേക്കും ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ പറഞ്ഞത് 235 ആണ്. ആ 235 നമ്മൾ ആദ്യത്തെ പോർഷൻ അതിൻ്റെ പരിപാടി തീരുമാനമാക്കി. രണ്ടാമത് നമ്മൾ പറഞ്ഞൊരു ടാർഗറ്റ് ഉണ്ട് 240. ആ 240 ആണ് ഈ കിടക്കണത്. ഈ ക്യാൻഡലിൻ്റെ ഹൈ പോയേക്കണത് 243 വരെ പോയിട്ടുള്ളൂ. ഇനി ആ 240 കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് അടുത്ത ഒരു ജംഗ്ഷൻ എന്നുള്ളത് 255 വരത്തുള്ളൂ. ഞാൻ രാവിലെ പറഞ്ഞ പോലെ ഒരുപാട് തടസ്സങ്ങളുണ്ട്. അത് ഓരോന്നും നീക്കിയിട്ടേ മാർക്കറ്റ് മുകളിലോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ 235 ആദ്യത്തെ എൻട്രി, അത് കഴിഞ്ഞിട്ടുള്ള റീ എൻട്രി 240 ഇനി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 255 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 280 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 290 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 321, ഓൾമോസ്റ്റ് 354. RSI ഇപ്പോഴും അപ്പർ സൈഡിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. ബാക്കി നമുക്ക് വന്നെടുത്ത് വെച്ച് കാണാം. ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഒരു റെസിസ്റ്റൻ്റ് പറയുമ്പോൾ നമ്മളൊരു പേപ്പറിൽ 235 ഉണ്ട്, 240 ഉണ്ട്. ഈ 240 നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതാണ് ഇന്ന് പറഞ്ഞത് എഴഞ്ഞും വലിഞ്ഞും മാർക്കറ്റ് മേളിലോട്ട് ബ്രേക്ക് ഔട്ട് ആകത്തുള്ളൂ. നിറയെ പ്രതിസന്ധികളെ അതിജീവിച്ച് വേണം മാർക്കറ്റിന് മുമ്പോട്ട് പോകാനെന്ന് പറഞ്ഞതിൻ്റെ റീസൺ. ഇതൊരു പിൻബാറാണ്. എഗെയിൻ RSI ഇവിടെ ക്രോസ് ഓവർ ആയിട്ടുണ്ട്. ഇവിടെ 137 ബ്രേക്ക് ചെയ്താൽ മാത്രം നോക്കിയാൽ മതി. ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് രാവിലെ പോന്നേക്കണതാ. എന്തായാലും നമുക്ക് ഇപ്പം ആദ്യത്തെ ഒരു ടേം നമ്മളുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 240 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ 255 നോക്കുന്നുള്ളൂ. അപ്പോൾ തൽക്കാലം ഒന്ന് എന്ത് ചെയ്യാം, നമുക്കൊന്ന് പോസ് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 3 PM ട്രേഡിങ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പം തന്നെ 1 മണിക്കൂർ 23 മിനിറ്റും ആയിട്ടുണ്ട്. അപ്പോൾ പേടിക്കാതെ ട്രേഡ് ചെയ്യുക. 199, 200 നിന്ന് 240 വരെയുള്ള ഒരു 40 പോയിൻ്റ് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിവേ വളരെ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. ഏകദേശം ഒരു ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇനി 3 മണിക്കത്തെ ഒരു മൂവ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ അതിൽ നമുക്ക് നോക്കാം. അപ്പോൾ അത്രയും നേരം വീഡിയോ വൈഡനിങ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ ഒരു ട്രേഡ് എടുത്തിട്ട് റെഡും ഗ്രീനും മാറി മാറി വന്നാൽ നമുക്കത് എങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്ത് പോകണം എന്നുള്ളത്. ഇതിൻ്റെ ക്രോസ് ഓവർ ഇനിയും വരാനുണ്ട് കേട്ടോ. ഞാനിപ്പോഴും സീല് തന്നെ പിടിച്ചു നിൽക്കുന്ന ആളാണ്. ഇത് ക്രോസ് ഓവർ ആവുന്നവരെ സീല് പിടിച്ചു നിൽക്കുന്ന ആളാണ്.
അപ്പോൾ എൻ്റെ ഫൈനൽ ടാർഗറ്റും 255 ആണ്. അതിൽ യാതൊരുവിധ മാറ്റമില്ല. ആ പാർട്ട് 2 വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് എൻ്റർ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി 235 ആദ്യത്തെ ബ്രേക്ക് ചെയ്ത് 245 പോയി. അടുത്ത ബ്രേക്ക് ഔട്ട് മുമ്പോട്ട് വരുമ്പോൾ 240 ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് എങ്ങോട്ടായിരിക്കും? 247.55 മാർക്കറ്റ് മൂവ് ചെയ്യണം. ഇവിടെ നമുക്കൊരു സേഫ് സോൺ ഉണ്ടെന്നുണ്ടെങ്കിലും 137 ഒരു 137 ഒരു 142 ബ്രേക്ക് ചെയ്യാതെയൊന്നും നമുക്ക് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിവേ അടുത്ത 3 മണിയുടെ വീഡിയോയിൽ കാണുന്നത് വരെ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. ഇതിൻ്റെ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിരിക്കും അടുത്ത വീഡിയോ എന്ന് പറയുന്നത്. എനിവേ ഓൾ ദി ബെസ്റ്റ്.